കഴിഞ്ഞ ദിവസം ന്യൂസ് ആൻഡ് വ്യൂസിൽ ഡോക്ടർ ബിജു രമേശ് ഉയർത്തിവിട്ട വിവാദമാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മാധ്യമങ്ങളും ഇന്ന് അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്നും ആ ചർച്ചയിലേക്ക് തന്നെ കടക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PM മനോജ്, BJP നേതാവ് ശ്രീ JR പത്മകുമാർ, കോൺഗ്രസ് നേതാവ് ശ്രീ T സിദ്ദിഖ്, ഒപ്പം SNDP മാവേലിക്കര യോഗം ശാഖ മുൻ പ്രസിഡന്റ് ശ്രീ സുജാതൻ, SNDP വക്താവ് ശ്രീ KM സന്തോഷ് കുമാർ, SNDP യോഗത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ CK വിദ്യാസാഗർ എന്നിവർ. മറ്റതിഥികളും അല്പസമയത്തിനകം ചർച്ചയിലേക്ക് ചേരും. ഏറ്റവും ആദ്യം ശ്രീ പത്മകുമാർ, ഇപ്പോൾ BJPയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളിക്ക് പറയേണ്ടത് വെള്ളാപ്പള്ളി എല്ലാം പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം BJPക്ക് ഇല്ല എന്ന്. ഈ തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടായത്? അല്ല, തിരിച്ചറിവല്ല, അത് നിങ്ങളതിനെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയുടെ ഏതെങ്കിലും ഒരു വരി മാത്രം കണ്ടുകൊണ്ട് അതിന് മുമ്പേ ഉള്ള കാര്യങ്ങളും അദ്ദേഹം അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു തിരിച്ചറിവിൻ്റെ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കേണ്ട സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ടോ, BJPക്കുണ്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യം വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കേണ്ട പ്രതികരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇത് ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിലെന്താ തിരിച്ചറിവിൻ്റെ അറിവിൻ്റെ പ്രശ്നം? തീർച്ചയായിട്ടും ആ തിരിച്ചറിവ് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ആണ് ഉണ്ടാകേണ്ടതെന്നാണ് BJPയുടെ നിലപാട്. എന്തായാലും BJP ഒരു കാര്യം ചെയ്തിരിക്കുന്നു. വെള്ളാപ്പള്ളി പറയേണ്ട കാര്യങ്ങൾ വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അത് BJP ഇനി പ്രതിരോധിക്കുന്നില്ല. ഇപ്പോൾ ശ്രീ A ഷുക്കൂറും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് ഈ ചർച്ചയിൽ. പല അതിഥികളും ഒരേ സംഘടനയെ പ്രതിനിധീകരിച്ചുണ്ടാകുന്നതിൽ തെറ്റിദ്ധരിക്കേണ്ടതില്ല. പലർക്കും പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാകും. വിഷയം അത്ര സങ്കീർണമാണ്. കേരളത്തിൽ ഇന്നിപ്പോൾ ആ രീതിയിൽ ചർച്ച ചെയ്യുന്നതാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇതിനാരെയും കുറ്റപ്പെടുത്താൻ ന്യൂസ് ആൻഡ് വ്യൂസ് ആലോചിക്കുന്നില്ല. സത്യം എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്ന അന്വേഷണം തന്നെയാണ്. അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം വേണമെന്ന് തന്നെ കരുതുന്നു. കാരണം ഇത് മാധ്യമങ്ങളെ ബഹിഷ്കരിക്കാൻ പോലുമുള്ള തീരുമാനങ്ങൾ ഈ ഘട്ടത്തിൽ പലരും എടുത്തിരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വിശദീകരണം വേണ്ടിവരുന്നത്. ശ്രീ സുജാതൻ, താങ്കൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെളിപ്പെടുത്തലുകളും കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ താങ്കളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇന്നത്തെ ചർച്ചയിൽ രണ്ട് കാര്യങ്ങളാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. അതായത്, ഒന്ന്, ശ്രീ ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ചില പൊരുത്തക്കേടുകൾ ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ ഉണ്ടോ? അതാരെയും കുറ്റപ്പെടുത്താനോ ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്യാനോ അല്ല. രണ്ടാമത്, ശ്രീ SNDPയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഏത് രീതിയിലുള്ള ഒരു സമീപനമാണ് സമൂഹത്തിന് എടുക്കാനുള്ളത്? ഇത് രണ്ട് കാര്യങ്ങളുമാണ് അന്വേഷിക്കുന്നത്. ശ്രീ സുജാതൻ, ഏറ്റവും ആദ്യത്തെ കാര്യത്തിലേക്ക് വന്നാൽ, താങ്കൾ SNDPയുടെ ഒരു ശാഖ ഭാരവാഹിയായിരുന്ന ആളാണ്, മുൻ പ്രസിഡൻ്റാണ്, ഒരു പ്രവാസി മലയാളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇതുവരെ ഉള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ കാണുന്നതിനെ കുറിച്ച് താങ്കൾക്ക് തോന്നുന്നത്? പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശാശ്വതീകാനന്ദ സ്വാമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹായിയുടെ, സാബു എന്ന സഹായിയുടെ നിലപാടിനെക്കുറിച്ച്, അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് താങ്കൾക്ക് അറിവുണ്ടോ? അത് ശരിയാണ്. ശാശ്വതീകാനന്ദ സ്വാമി 2002 ജൂണിലാണ് ബെഹറിലാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനും കുടുംബവുമൊക്കെയായി എത്തുന്നത്. എൻ്റെ വീട്ടിൽ വെച്ച് SNDP യോഗത്തിൻ്റെ സ്വയാശ്രയ കോളേജുകളുടെ ആപ്ലിക്കേഷനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്കിടയിൽ വെള്ളാപ്പള്ളി നടേശൻ തെറ്റായി ധരിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ സ്വാമിയെ അധിക്ഷേപിക്കുകയും സ്വാമിയോട് പഴത്തൊലി വഴി നടക്കുന്ന ഒരു സ്വാമിയാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. ഇതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ മസ്കറ്റിലേക്ക് പോവുകയും സ്വാമി ബെഹറിൽ തങ്ങുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാനും സ്വാമിയും കൂടി മൂന്നാമത്തെ ദിവസം ദുബൈയിൽ ചെല്ലുന്നത്. ദുബൈയിൽ ചെന്നതിന് ശേഷം അന്നിവിടെ ഒരു വാർത്ത കൈരളി ചാനലാണ് എത്തിയത്.
SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മന്ത്രിയാകാൻ പോകുന്നു. ഗൗരിയമ്മ അസുഖം മൂലം രാജിവെക്കുന്നു. അതിനുശേഷം ശ്രീ രാജൻ ബാബു SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് പറഞ്ഞ വാർത്ത കേട്ടുകൊണ്ട് സ്വാമിജി എന്നെ അബുദാബിയിൽ നിന്ന് വിളിക്കുകയും ഇതൊന്നും ശരിയാവില്ല, ഇതൊന്നും നടക്കുകയില്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു. ഇതിനുശേഷമാണ് സ്വാമിജി തനിച്ച് തിരുവനന്തപുരത്ത് വരികയും വെള്ളാപ്പള്ളി നടേശനും കുടുംബവും മറ്റുള്ള ആളുകളും 21-ാം തീയതിയാണെന്ന് തോന്നുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തുകയും ചെയ്തു. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇതിനകത്ത് താങ്കൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇവിടെ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അന്നിവിടെ UDF ആണ് ഭരിക്കുന്നത്, ശ്രീ ആൻ്റണിയാണ് ഭരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അതിന് വെള്ളാപ്പള്ളി നടേശൻ്റെ ചില ഇടപെടലുകൾ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. സ്വാമിജി അതിനോട് യോജിക്കുന്നില്ല. ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംഭാഷണം അന്ന് അവിടെ ഉണ്ടായിരുന്ന തുഷാർ വെള്ളാപ്പള്ളിയോ വെള്ളാപ്പള്ളി നടേശനും ഈ സ്വാമിജിയുമായിട്ട് ഉണ്ടായിരുന്നോ? അതിൻ്റെ പുറത്ത് എന്തെങ്കിലും മർദ്ദനമോ ദേഹ ഉപദ്രവമോ ഉണ്ടായോ? അങ്ങനെ ചില ആരോപണങ്ങളും കൂടി ഈ കൂട്ടത്തിലുണ്ടല്ലോ. ഈ ആരോപണത്തിനൊന്നും ഞാൻ സാക്ഷിയുമല്ല, അതിനെക്കുറിച്ച് എനിക്ക് കൺഫേം ചെയ്യാൻ സാധ്യവുമല്ല. പക്ഷേ അന്ന് ബഹ്റൈനിൽ ആണല്ലോ താങ്കൾ ഉണ്ടായിരുന്നത്. അതെ അതെ. പക്ഷേ ദുബായിലോ അബുദാബിയിലോ വെച്ച് ഇങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായതായി താങ്കൾക്ക് അറിവുണ്ടോ? അല്ലെങ്കിൽ മസ്കറ്റിലോ വെച്ച്? എനിക്കതിനെക്കുറിച്ച് ഒരു കേട്ടുകേഴ്വിയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നു. അതിനുശേഷം സ്വാമിജിയും വെള്ളാപ്പള്ളി നടേശനും ഒരു അധികാര തർക്കത്തിൻ്റെ പരിധിയിലേക്ക് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഗവൺമെൻറ്റുകളുമായി SNDP യോഗത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അവസാന വാക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെതല്ല, സ്വാമിജിയുടെയാണെന്ന് തിരിച്ചറിഞ്ഞ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും സ്വാമിജിയുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന കൊടുത്തിരുന്നു. അതുകൊണ്ട് അതിലൊരു നീരസം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്നും പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി. അപ്പോൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാമിജി തിരിച്ച് നാട്ടിലെത്തി ഈ ആലോചിച്ച കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് താങ്കൾ അന്ന് മനസ്സിലായി. പക്ഷേ അത് നടപ്പിലാകുന്നതിന് മുമ്പ് സ്വാമിജി മരിച്ചു. ഇതാണ് സംഭവിച്ചത്. അല്ല, ഈ പറഞ്ഞ ഏത് കാര്യങ്ങൾ നടപ്പാകാൻ പോകുന്നു എന്നൊന്നും എനിക്ക് കൺഫേം ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ അവർ തമ്മിൽ ഒരു സ്വാമിജിയുടെ ഇടപെടലുകൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം സ്വാമിജി ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബത്തിലേക്ക് SNDP യോഗവും SN ട്രസ്റ്റും അങ്ങ് അവരുടെ പൊതുസ്വത്തായി മാറാൻ അനുവദിക്കത്തില്ലായിരുന്നു എന്ന് എനിക്കുറപ്പുണ്ട്. അപ്പോൾ അത് സ്വാമിജി ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ച ആരോ അദ്ദേഹത്തെ വകവരുത്തി എന്നാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ബിജു രമേശ് പറഞ്ഞത്. അതിലൊരു പ്രിയൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ വകവരുത്തി എന്ന് അദ്ദേഹത്തെ തന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇല്ല, അതെനിക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ സാബു എന്ന ആളിനെ നുണപരിശോധന നടത്താൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. ഈ സാബു ഒരു CBSE സ്കൂളിലെ പിയൂണാണ്. അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോയി അപ്പീൽ കൊടുത്ത് സ്റ്റേ മേടിക്കാനായി സഹായിച്ച ആരോ ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ പിറകിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം 5 ലക്ഷം രൂപ ഒരു അപ്പിയറൻസിന് ഫീസ് മേടിക്കുന്ന പ്രമുഖരായ അഭിഭാഷകരാണ് അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത്. അതിനുശേഷവും കേരളത്തിലെ ഒരു ഗവൺമെൻറ്റും ശാശ്വതികാനന്ദ സ്വാമിയുടെ അസ്വാഭാവിക മരണത്തെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ സത്യസന്ധത പുറത്തു കൊണ്ടുവരുവാൻ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. എന്നതിലുപരി വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗത്തിൻ്റെ നേതാവാക്കിയത് ശ്രീ ശാശ്വതികാനന്ദ സ്വാമിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അപകട മരണം അല്ലെങ്കിൽ സംശയത്തോടു കൂടിയുള്ള ഒരു മരണത്തിനെ അതിൻ്റെ സത്യസന്ധത ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വവും ചുമതലയും ശ്രീ വെള്ളാപ്പള്ളി നടേശനുള്ളതാണ്. റൈറ്റ്. ഞാൻ ഈ ഘട്ടത്തിൽ ഒന്ന് ശ്രീ A ഷുക്കൂറിലേക്ക് പോവുകയാണ്. കാരണം ഈ SNDPയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ചില നിലപാടുകളിൽ വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരു നേതാവാണ് ശ്രീ ഷുക്കൂർ. ശ്രീ ഷുക്കൂർ, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് സാബു എന്ന് പറയുന്ന എപ്പോഴും സ്വാമിജിയുടെ കൂടെ നടക്കുന്ന, സ്വാമി ശാശ്വതീകാനന്ദയുടെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന, അദ്ദേഹം വന്ന് കുളിക്കാൻ പോയപ്പോൾ പോലും കൂടെ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സാബു നുണപരിശോധന നടത്തണം, അദ്ദേഹത്തെ നുണപരിശോധന നടത്തണമെന്ന് ഹൈക്കോടതി പോലും ആവശ്യപ്പെട്ടിട്ട് അതിനെതിരെ വിധി സമ്പാദിച്ച, ലക്ഷങ്ങൾ മുടക്കി കോടതിയിൽ വാദിച്ച് സുപ്രീം കോടതിയിൽ പോയി പുതിയ നിയമം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ അത് ചെയ്യേണ്ടതില്ല എന്നുള്ള വിധി സമ്പാദിച്ചു വന്ന ആൾ, ആ സാബുവിനെ ഇവിടെ കാണുന്നില്ല. ഇന്നലെ വെളിപ്പെടുത്തിയ പ്രിയൻ എന്ന പേരിലുള്ള ആളിനെ ചോദ്യം ചെയ്തതായി കാണുന്നില്ല. ഇതൊക്കെ ആണ് താങ്കൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ ഇപ്പോഴും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. എന്താണ് താങ്കൾ പ്രതികരിക്കാത്തത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്?
ഇല്ല, വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയ കാലം മുതൽ ആ ശ്രീനാരായണ ഗുരു ദർശനങ്ങളെ ഒക്കെ ചവിട്ടി ലഭിച്ച് സ്ഥാപിത താല്പര്യവും നിക്ഷിപ്ത താല്പര്യവുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച കഴിഞ്ഞ 1995 മുതൽ ഞങ്ങൾ കാണുകയാണ്. സത്യത്തിൽ ഇന്നലെയും മെനഞ്ഞാന്നുമായി ബിജു രമേശിന്റെ ആ പ്രസ്താവനയും വെളിപ്പെടുത്തലും പുറത്തു വന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ പോയി. ഈ ശാശ്വതീരാനന്ദ സ്വാമികളെ പോലെ ഉള്ള SNDP യോഗത്തിന്റെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ കൊല ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് ഇന്ന് SNDP യോഗത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഉന്നയിച്ച വിഷയങ്ങളിൽ എത്രമാത്രം ഗൗരവമുണ്ട്, എത്രമാത്രം ഇത്തരം നീച പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി SNDP യോഗത്തിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയും കൂട്ടരും മാറിയിരിക്കുന്നു എന്ന് കേട്ടത് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. ശ്രീ ഷുക്കൂർ, ഈ കാര്യങ്ങൾ അത്ഭുതം കൊണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ സർക്കാർ ഇപ്പൊ ഭരിക്കുന്നു. ഇത് CBIക്ക് അന്വേഷണം വിടണമെന്നാണ് ചിലരൊക്കെ പറയുന്നത്. പക്ഷേ ഇത് ഇവിടെ തന്നെ അന്വേഷിച്ച് പൂർത്തിയാക്കേണ്ടതില്ലേ? നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ, നിങ്ങൾക്ക് ഹോൾഡുള്ള സർക്കാർ ഉള്ളപ്പോൾ അവരിൽ ഒരു പുനരന്വേഷണത്തിനുള്ള സാധ്യത ഇപ്പൊ കാണുന്നില്ലേ? തീർച്ചയായും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഇന്ന് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു, ഇത് സംബന്ധിച്ച് അന്വേഷണത്തിലേക്ക് പോകും, ഏത് തരത്തിലുള്ള അന്വേഷണത്തിലേക്കും പോകും. അത് ഈ ഗവൺമെന്റിന്റെ ഭാഗമായ അന്വേഷണ സംവിധാനങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ അതിനപ്പുറം അത് എന്താണ് എന്നുള്ള ഇനിയും വ്യക്തമാക്കാനിരിക്കുന്നു. ഏതായാലും 24 മണിക്കൂറേ ആയുള്ളൂ ഇത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ വന്നിട്ട്. ഏതായാലും ഡോക്ടർ സോമനെ പോലുള്ള ആളുകൾ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി പോലും അവിടെ ഈ കൊലപാതകം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചു. അതിന്റെ പ്രത്യുപകാരമാണ് ഡോക്ടർ സോമനെ പോലുള്ളവർ ഈ സ്ഥാനത്തേക്ക് വന്നതെന്ന് പോലും ബിജു രമേശ് വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇത് നിസ്സാരമായ കാര്യമല്ല. കൊലപാതകങ്ങളുടെയും നിഗൂഢ പ്രവർത്തനങ്ങളുടെയും സ്ഥാപിത താല്പര്യങ്ങളുടെയും കേന്ദ്രമായി വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള സംഘം, ഈ ഉപജാപക വൃന്ദം മാറിയിരിക്കുന്നു. ശ്രീനാരായണ ദർശനങ്ങൾക്കും ശരി, അതാണ് താങ്കളും പറയുന്നത്. ഞാൻ ശ്രീ സിദ്ദിഖിലേക്ക് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ചേർന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, താങ്കൾ നയിച്ച പ്രസ്ഥാനം ആണ്, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് ഇപ്പോൾ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നത്. സ്വാമിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരണം എന്നുള്ളത് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പുനരന്വേഷണത്തിൻ്റെ ആവശ്യം ഉണ്ട് എന്നുള്ളത്. പക്ഷേ ആളുകൾ, കേൾക്കുന്ന ആളുകൾക്ക് ഇത് കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് അറിയാനുണ്ട്. ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി പറയുന്നത് ഈ അന്വേഷണമെല്ലാം നടന്നു കഴിഞ്ഞു, ഇവിടെ അന്വേഷിച്ച് ഇതെല്ലാം പൂട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. പക്ഷേ പൊരുത്തക്കേടുകൾ ഉണ്ടല്ലോ. ശ്രീ CK വിദ്യാസാഗർ, താങ്കൾ അന്ന് SNDPയുടെ പ്രസിഡൻ്റാണ്. താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിർബന്ധിച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം പോലും നടത്തിയത്. അതിനു മുമ്പ് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള നിലപാടിലേക്ക് പോയത് എന്തുകൊണ്ടായിരിക്കും? ശ്രീ വിദ്യാസാഗർ, ശ്രീ CK വിദ്യാസാഗർ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ്, അത് കിട്ടുന്നില്ല, അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താം. ശ്രീ സിദ്ദിഖ്, അന്വേഷണം വേണം എന്ന് പറയുന്നുണ്ട് ശ്രീ ഷുക്കൂറിനെ പോലെയുള്ള ആളുകൾ. പക്ഷേ അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ള സംശയമുള്ള വാക്കുകളാണ് ഇപ്പോഴും സർക്കാരിൻ്റെ തലപ്പത്ത് നിന്ന് വരുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും വ്യക്തമായി അന്വേഷിച്ചതാണ് എന്നൊക്കെ. പക്ഷേ കേരള സമൂഹം ഇപ്പോഴും ഒരു സന്യാസിയുടെ മരണവുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളെ നേരിടുമ്പോൾ എങ്ങനെയാണ് അന്വേഷിക്കുക? ഇതിൽ സ്വാഭാവികമായും നേരത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലടക്കം പുതിയതായ വെളിപ്പെടുത്തലുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, പുതിയതായ തെളിവുകൾ വന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും ആ കേസിൻ്റെ പുനരന്വേഷണം ഒരു രീതിയിലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യത്തിൽ പുതിയതായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ പുതിയ പരാതികളോ ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന അന്വേഷണം ആരംഭിക്കും എന്ന് വളരെ സുവ്യക്തമായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്നുള്ള നിലക്ക് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് അതിലൊരു സംശയത്തിന് ഇട നൽകേണ്ടതായിരിക്കുന്ന കാര്യം ആ കാര്യത്തിലില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതും ക്രിമിനോളജി അനുസരിച്ച് നടക്കേണ്ടതായിരിക്കുന്ന കാര്യം, എത്തിക്സ് അനുസരിച്ച് നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായും നിയമപരമായും നടപ്പിലാക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം UDF ഗവൺമെൻറ് കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിർവഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, നിസ്തർക്കമാണ്, അത് നടക്കുക തന്നെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ശ്രീ സിദ്ദിഖ് കുറച്ചുകൂടി ശക്തമായ ഭാഷയിലായിരുന്നില്ലേ ആഭ്യന്തരമന്ത്രി പറയേണ്ടത്? ഇതാ മൊഴികൾ വന്നിരിക്കുന്നു, വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നു. ഇതാ ഇപ്പോൾ ശ്രീ സുജാതനെ പോലെയുള്ളവർ പുതിയ പുതിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു. ഇത് പെട്ടെന്ന് തന്നെ അന്വേഷിക്കേണ്ടതാണ്, ഇത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് പറയാതെ ഒരു അയഞ്ഞ മട്ടുണ്ടോ ഇപ്പോൾ പറയുന്ന പറച്ചിലിന്? അല്ല, അയഞ്ഞ മട്ടുമില്ല, മുറുകിയ മട്ടുമില്ല. ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ എന്നുള്ള നിലക്ക് ഒരു വിഷയത്തെ സമീപിക്കേണ്ടതായിരിക്കുന്ന രീതിയിലാണ് അവർ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും. രണ്ട് കാര്യം: ഒന്ന് പുതിയ തെളിവ്, രണ്ട് പരാതി. ഈ രണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യും എന്നുള്ളത് ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ എന്നുള്ള രീതിയിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നടക്കും, അതിൽ തർക്കമില്ല. അതിൽ അയഞ്ഞ രീതിയും മുറുകിയ രീതിയും എന്നുള്ളത് വ്യത്യാസമില്ല. നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഈ കേസിലും നിർവഹിക്കപ്പെടും. തീർച്ചയായും വ്യക്തമായ ചില കാര്യങ്ങളിലേക്ക് സുജാതനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ശ്രീ PM മനോജ്, ഇത് അയഞ്ഞതാണോ മുറുകിയതാണോ എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിന് നേതാക്കളൊക്കെ ഇപ്പോൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ശ്രീ സിദ്ദിഖ് പറയുന്നത് എത്രമാത്രം നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ സാധിക്കും? അല്ല, അവരൊന്ന് മുറുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അയഞ്ഞ് കിടക്കുകയാണ്, അത് സത്യമാണ്. യഥാർത്ഥത്തിൽ ഇതിന് രണ്ട് വശമുണ്ട്. ഒന്ന് രാഷ്ട്രീയ വശം. രാഷ്ട്രീയ വശം ഈ കുറുക്ക് വഴിയിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടം നേടാം എന്ന് കരുതിയ BJPയുടെയും വെള്ളാപ്പള്ളിയുടെയും മോഹം ജലസമാധിയായി. അതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമായ വശം. രണ്ടാമത്തത് നിയമവശമാണ്. ഇപ്പോൾ പുനരന്വേഷണത്തിന് സാധ്യത നൽകുന്ന, സാധുത നൽകുന്ന തെളിവുകൾ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സമാനമായ കേസ് വർഗീസിൻ്റെ കേസാണെന്ന് നമ്മൾ പറഞ്ഞു. വർഗീസിൻ്റെ കേസ് 28 വർഷത്തിന് ശേഷമാണ് ശ്രീ രാമേന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലുണ്ടായത്. ഇപ്പോൾ പ്രിയൻ എന്ന ആളാണ് കൊലയാളി. അതിന് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം ഉണ്ടാവുക എന്നാണ് ആദ്യം നോക്കുക അന്വേഷകർ. അങ്ങനെ പ്രയോജനമുണ്ടായത് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് ശ്രീ സുജാതൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. അന്ന് അധികാര തർക്കം നിലനിന്നിരുന്നു. ആ തർക്കം വെള്ളാപ്പള്ളി നടേശനും ഈ ശാശ്വതീകാനന്ദ സ്വാമിയും തമ്മിലായിരുന്നു. സ്വാമിക്ക് വെള്ളാപ്പള്ളി നടേശൻ മന്ത്രിയാകുന്നത് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ അമിതമായ ആഗ്രഹങ്ങൾ, രാഷ്ട്രീയ താല്പര്യം, അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈരുദ്ധ്യം നിലനിന്നിരുന്നു. ആ വൈരുദ്ധ്യമാണ് അസ്വാഭാവികമായ കൊലയിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ചത് എന്ന് കരുതാൻ ന്യായമായ എല്ലാ സാഹചര്യ തെളിവുകളുണ്ട്. രണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പരസ്യമായി പറയുന്നു. ശാശ്വതീകാനന്ദയുടെ സഹോദരി അടക്കം ഇന്ന് രംഗത്ത് വന്നു. മൂന്ന്, ഈ കൊലപാതകത്തിന് ചുറ്റുമുണ്ടായ സംഭവ വികാസങ്ങൾ ആകെ വെള്ളാപ്പള്ളിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഈ ശ്രീ ശാശ്വതീകാനന്ദയെ ശാരീരികമായി കൈകാര്യം ചെയ്തിരുന്നു എന്ന വെളിപ്പെടുത്തലടക്കം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഇനി ഒരു സാങ്കേതിക നടപടിക്രമം, പരാതി കൊണ്ടുപോവുക, തുടരന്വേഷണം നടത്തുക, അങ്ങനെയാണ് ഒരു മുറുകിയ ഗവൺമെൻറ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ അയഞ്ഞു കിടക്കുക. ശ്രീ സുജാതൻ, എന്തായാലും ഈ കാര്യത്തിൽ ഭരണപക്ഷത്തുള്ള ആളുകളും ഒക്കെ പ്രതിപക്ഷത്തുള്ള ആളുകളും ഒക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ അന്വേഷിക്കാനായി ആരെങ്കിലും പരാതി കൊടുക്കട്ടെ, പണ്ടേ അന്വേഷിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് അങ്ങനെ കാണേണ്ട ഒരു കാര്യമാണോ? താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു സ്വാമിയുമായി ഗൾഫിൽ വെച്ചുണ്ടായ ഒരു പ്രശ്നത്തെക്കുറിച്ച്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലാണ് അന്ന് ഒരു തർക്കം ഉണ്ടായത്. അത് പിന്നീട് സ്വാമിജി അതുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടുമായി യോജിക്കുന്നില്ല, അത് വെള്ളാപ്പള്ളിക്ക് യോജിക്കാൻ പറ്റുന്നതായിരുന്നില്ല, അതിൻ്റെ പുറകിൽ തർക്കങ്ങളുണ്ടായി എന്നൊക്കെയാണ്. എന്തായാലും ഈ തർക്കങ്ങളാണ് ഒരു ഭാഗത്ത് സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ നുണപരിശോധന നടത്തേണ്ട സാബു ആ കാര്യത്തിൽ വലിയ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട്, വക്കീൽ ഫീസ് കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി അതിനെതിരായി വിധി വാങ്ങുന്നു. സാബുവിന് അതിന് തക്കമുള്ള പണമുണ്ടോ? ഇല്ലെന്ന് തന്നെ വേണം സംശയിക്കാൻ. സംശയം മാത്രമാണോ അത്? ഇല്ല. അദ്ദേഹത്തിന് ഒരു പിയൂണായിട്ട് ജോലി എടുക്കും. പിന്നെ അത് ആരായിരിക്കും നൽകിയത്? അതാരെങ്കിലും ഒരു ശക്തി, ഈ സാബുവിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ശക്തി, അവർക്ക് പണവും മറ്റുള്ള നിയമസഹായവും നൽകുക, മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും അതിനുവേണ്ടി പണം ഉപയോഗിച്ചു എന്നതല്ലേ നമുക്ക് അനുമാനിക്കാൻ പറ്റും. അത് അന്വേഷണത്തിന്റെ പരിധിയിലൊക്കെ വന്നിട്ടുണ്ടോ ഈ കാര്യങ്ങൾ? ഇല്ല.
ഇത് നിങ്ങളെപ്പോലുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചൂണ്ടിക്കാണിച്ചാലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ നേതാക്കന്മാർ ആത്മധൈര്യമില്ലാത്തത് കൊണ്ട് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കാലും കൈയും ഒക്കെ തൊട്ട് ഫോട്ടോ എടുത്ത് പിന്നെ മാർക്കറ്റിംഗ് നടത്തുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തോട് ഇടതും വലതിനോടും ആരോടും പറയാനാണ്. ഈ സ്വാമിജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്ത് നിലപാടാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതും സമൂഹം ചോദിക്കുന്നതാണ്. കാരണം പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഡോക്ടർ സോമനെ പോലുള്ളവർ ഇടപെട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്നുള്ള വാദം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ശ്രീ CK വിദ്യാസാഗർ ഇടപെട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ശരിയാണ്. പക്ഷെ വെള്ളാപ്പള്ളി പറയുന്നത് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടാണ്. അല്ല, എന്താണ് താങ്കൾക്ക് അറിയാം? പോസ്റ്റ്മോർട്ടം നടത്താതെ സ്വാമിജിയുടെ മൃതദേഹം വിട്ടുകൊടുക്കാനായിട്ടാണ് അന്ന് വിട്ടുകിട്ടണമെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെയും പിന്നെ അധികാരികളുടെയും താല്പര്യം. അപ്പോൾ വിദ്യാസാഗർ എന്ന് പറഞ്ഞ ആ വക്കീൽ അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് നിർബന്ധമായിട്ടും അത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ മരണസ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് ഒരു തുണി കൊണ്ടൊരു മറയുണ്ടാക്കി ഡോക്ടർ സോമൻ അവിടെ വന്ന് പോസ്റ്റ്മോർട്ടം നടത്തി റിപ്പോർട്ടുണ്ടാക്കി. അതിൻ്റെ പ്രതിഫലമാണ് അദ്ദേഹം SNDP യോഗത്തിൻ്റെ പ്രസിഡന്റായി എന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ ആ കാര്യം ഡോക്ടർ ബിജു രമേശ് പറഞ്ഞത് നിങ്ങളും മനസ്സിലാക്കുന്നത് തന്നെയാണ്. അത് ശരി. മറ്റൊരു കാര്യം, ഞാൻ താങ്കൾക്കും പെട്ടെന്ന് ഒന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഈ പറഞ്ഞ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇങ്ങനെയുള്ള ലൂപ്പ് ഹോളുകൾ അന്വേഷണത്തിൽ ഇനിയും കിടക്കുന്നു, അന്വേഷിക്കാൻ കിടക്കുന്നു, അത് അന്വേഷിച്ചിട്ടില്ല. മറ്റൊന്ന് സാമ്പത്തിക കാര്യങ്ങളാണ്. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വേഗം പറയാം. SNDP യോഗം ഒരു പിന്നെ ലിമിറ്റഡ് കമ്പനിയാണ്. ഞാനും വെള്ളാപ്പള്ളി നടേശനും വിദ്യാസാഗറും XOR-Y ആരൊക്കെയാണ് അതിൻ്റെ സ്ഥിരാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഷെയർ ഹോൾഡേഴ്സാണ്. പക്ഷേ SNDP യോഗം പഴയ കുമാരനാശാൻ്റെ കാലത്തൊക്കെ അല്ലെങ്കിൽ ഗുരു ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ അതല്ലേ ഇപ്പോൾ? അല്ല, 1956 കമ്പനി ലോ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. അത് നോൺ ട്രേഡിംഗ് കമ്പനിയാണ് ഇപ്പോഴേ. അപ്പം നോൺ ട്രേഡിംഗ് കമ്പനിക്ക് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ നോൺ ട്രേഡിംഗ് കമ്പനികളുടെ കാര്യങ്ങൾക്ക് പരിശോധിക്കുന്ന ഡയറക്ടർ IG രജിസ്ട്രേഷനാണ് അത് നോക്കി നടത്തേണ്ടത്. പക്ഷേ IG രജിസ്ട്രേഷൻ്റെ ഓഫീസിലോ കമ്പനിയിലോ ROCയിലോ യാതൊരുവിധ ഫയലിങ്ങിലും ഇല്ല. അത് ശരി. അപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഷെയർ ഹോൾഡേഴ്സിനെ എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഇതുമാതിരിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഭരണഘടനാ പ്രകാരം. അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ SNDP യോഗം തൻ്റെയും തൻ്റെ മകൻ്റെയും ഭാര്യയുടെയും സ്വകാര്യ സ്വത്തായി ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് തിരിച്ചു വരാം. ശ്രീ സിദ്ദിഖ്, ഇതാണ് നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കി നടത്തേണ്ട കണക്കുകൾ. ഇവിടെ ഈ കമ്പനി ആക്ട് പ്രകാരം 1956 രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിട്ടുള്ള SNDP യോഗത്തിൻ്റെ കണക്കുകൾ അവിടെ എത്തുന്നില്ല. നിങ്ങളത് പരിശോധിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ, ഈ കണക്കുകൾ, മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലുമുള്ള ഇടപാടുകൾ അങ്ങനെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് നിയമത്തിൻ്റെ വായനയിലൂടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് ചെയ്തിട്ടുണ്ടോ? സ്വാഭാവികമായി കമ്പനീസിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും ആ രജിസ്ട്രേഷൻ ഉള്ളതായിരിക്കുന്ന കമ്പനികളുടെ പിന്നെ എല്ലാ വർഷത്തിലുമുള്ളതായിരിക്കുന്ന അതിൻ്റെ റിട്ടേൺസ് ഫയലിംഗ് സംബന്ധിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തണം. വല്ല പാളിച്ചയും ഉണ്ട് എങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ളതായിരിക്കുന്ന റൈറ്റുണ്ട്. ഇവരൊക്കെ അത് അഡ്രസ്സ് ചെയ്തിട്ട് ഗവൺമെൻറ് തലത്തിൽ അത് അഡ്രസ്സ് ചെയ്തതിന് ശേഷം അതിന് പരിഹാരം കിട്ടുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ ഗൗരവമുള്ളതാണ്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാ ഗവൺമെൻറ്റുകളും ഇവിടെ ഭരിച്ചിരുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ്റും വലതുപക്ഷ UDF ഗവൺമെൻറ്റും എല്ലാം ഭരിച്ചിരുന്നു. ഗവൺമെന്റിന്റെ പേരിൽ മാത്രം കുറ്റമായിട്ട് കാണണ്ട, പ്രത്യേക ഗവൺമെന്റിന്റെ പേരിൽ മാത്രം കാണുന്ന കുറ്റമായിട്ട് കാണണ്ട. ഇപ്പോൾ ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഒരുപക്ഷെ SNDP യോഗത്തിൽ ഇത്രയും കാലം ഈ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടാകില്ല. ഇപ്പോൾ സ്വാമിജിയുടെ മരണവുമായി ബന്ധപ്പെട്ടും അതിലെ മറ്റ് അഴിമതികളുമായി ബന്ധപ്പെട്ട് ഇപ്പം കുറേ കാര്യങ്ങൾ വരുമ്പോഴായിരിക്കാം ഇതൊക്കെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പഴയ കേസുകൾ വീണ്ടും ആരെങ്കിലും പരാതി തന്നാൽ അന്വേഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, ഇതാ വൻ സാമ്പത്തിക ക്രമക്കേടിൻ്റെ തെളിവുകൾ ആണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ശ്രീ അനൂപ് ജേക്കബ് മന്ത്രിയായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ആ കാര്യത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. ഇവ കമ്പനീസുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ കമ്പനീസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെതായിരിക്കുന്ന തക്കതായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. അതിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, അതിൻ്റെ ഘടനാപരമായി അവർക്കുള്ളതായിരിക്കുന്ന റൈറ്റുകളുണ്ട്.
ആ റൈറ്റുകൾ ഇൻഫ്രിഞ്ച് ചെയ്യപ്പെട്ടാൽ, അത് കർച്ചയിൽ ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായി അവർക്ക് അതിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയതമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അവർ അത് അഡ്രസ് ചെയ്തിട്ടുണ്ടോ? ഇത് അവരുടെ അവകാശം മാത്രമല്ല, സമൂഹത്തിലെ കുറെ പാവപ്പെട്ട ആളുകളുടെ പേരിൽ എടുത്ത പൈസ, അവർക്ക് പലിശ കൂട്ടിക്കൊടുത്തുകൊണ്ട് പറ്റിച്ച പൈസ, അത് വ്യക്തികൾ മുക്കിയ പൈസ, അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ട കാര്യങ്ങൾ ഇവിടെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ CBI അന്വേഷണത്തെക്കുറിച്ച് പറയുന്നത്. ഇത് CBI അവിടെ അന്വേഷിക്കേണ്ട കേസ് മാത്രമല്ല, സംസ്ഥാന സർക്കാർ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ബാക്കി കിടക്കുന്നു എന്നാണ് ഇവരുടെ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ സിദ്ദിഖിലേക്ക് തിരിച്ചെത്താം. ശ്രീ CK വിദ്യാസാഗർ, താങ്കൾ കൂടി ഉൾപ്പെട്ട ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. CK വിദ്യാസാഗർ, താങ്കൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് ഈ കമ്പനി നടത്തിപ്പിൽ ഇത്രയും അപാകതകൾ ഉണ്ടോ? ഈ മൈക്രോ ഫൈനാൻസ് നടത്തിപ്പ് സംബന്ധിച്ച് 2002 കാലത്ത് ആദ്യമായിട്ട് പിന്നോക്ക കോർപ്പറേഷനിൽ നിന്ന് ഇതിന്റെ പണങ്ങൾ ലഭ്യമാക്കിയത് മോഹൻ ശങ്കർ അതിന്റെ ചെയർമാനായിട്ടിരിക്കുമ്പോഴാണ്. അദ്ദേഹം ഈ പണം ഞങ്ങൾക്ക് ആദ്യം ഒരു 50 ലക്ഷമാണെന്ന് എന്റെ ഓർമ്മ. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് വീണ്ടും ഒരു 50 ലക്ഷവും കൂടെ തരാം, ഇത് ചെറിയ പലിശയുള്ളൂ, നമുക്ക് സ്ഥിരമായിട്ട് ഇത് നേരാമണ്ണം നടത്തിയാൽ കൂടുതൽ തുകകൾ സമുദായത്തിലേക്ക് എത്തിക്കാം പാവപ്പെട്ടവർക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അങ്ങനെ പലവട്ടമായിട്ട് ഏതാണ്ട് 1.5 കോടി രൂപയോളം ഇങ്ങനെ വന്നപ്പോ ഞാൻ മിസ്റ്റർ മോഹൻ ശങ്കറിന്റെ ഞങ്ങളുടെ കൗൺസിലിൽ ചർച്ച ചെയ്തപ്പോ ഞാൻ സൂചിപ്പിച്ചു ഇതിനകത്തൊരു റിസ്ക് ഉണ്ട്. കാരണം നമ്മളിങ്ങനെ കൂടുതൽ കണ്ടമാനം പണം വാങ്ങിയിട്ട് യൂണിയനുകൾ മുഖാന്തരം താഴെത്തട്ടിലേക്ക് വിതരണം ചെയ്യുകയാണ്. യൂണിയൻകാർ ഇതിനകത്ത് വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഇത് 100 കൊല്ലമായിട്ട് നമ്മുടെ പൂർവികരായിട്ട് ഉണ്ടാക്കിയ അസറ്റാണ് യോഗം എന്ന് പറയുന്നത്. അതിന് ബാധ്യത വരുമല്ലോ, നമ്മൾ അതിന് ബാധ്യതപ്പെടുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു ഇൻഡിപെൻഡന്റ് മൈക്രോ ഫൈനാൻസ് കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനിയുടെ കീഴിൽ ഇത് നേരിട്ട് നടത്തുന്നതായിരിക്കും ബുദ്ധി എന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടു. അത് കൗൺസിലിന് ബോധ്യപ്പെട്ടു. അതനുസരിച്ച് അങ്ങനെ ഒരു കമ്പനി പ്രത്യേകം ഒരു കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി SNDP യോഗം ഫ്ലോട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. അപ്പൊ വേറൊരു ആലോചന വന്നു, വലിയ ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ വിദേശത്തു നിന്ന് പോലും, അതായത് ADB, വേൾഡ് ബാങ്ക് തുടങ്ങിയ മേഖലകളിൽ നിന്ന് പോലും ഈ മൈക്രോ ഫൈനാൻസിലേക്ക് കോടിക്കണക്കായ രൂപകൾ കിട്ടും. അവിടെയൊക്കെ 1.5%, 2% പലിശയുള്ളൂ. അപ്പൊ ഇത് വലിയ പ്രയോജനം ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ SN ട്രസ്റ്റും കൂടെ യോജിച്ച് സംയുക്തമായിട്ടൊരു കമ്പനി ഉണ്ടാക്കിയാൽ വലിയ അസറ്റ് ബേസ് ഉള്ള 2 സ്ഥാപനം, SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും അസറ്റ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് 1000 കോടിക്കെല്ലാം മോളി വരുമെന്ന്. അപ്പൊ അങ്ങനെ ഒരു വലിയ സ്ഥാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പിൻബലത്തിൽ ഉണ്ടാകുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ശരി, അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടമായി. SNDP യോഗം കൗൺസിലും SN ട്രസ്റ്റിന്റെ ബോർഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും കൂടെ കൂടിക്കൊണ്ട് ഒരു തീരുമാനമെടുത്തു. തിരുവനന്തപുരത്തുള്ള ഒരു കൺസൾട്ടന്റിനെ വെച്ച് വലിയൊരു പ്രോജക്ട് റിപ്പോർട്ട്, അന്ന് 50,000 രൂപ അതിന് കൺസൾട്ടിംഗ് ഫീസ് കൊടുത്ത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് അങ്ങനെ എല്ലാം പ്രത്യേകമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് എന്റിറ്റി ആയിട്ട് ഇത് നടത്താമെന്നും ഭാവിയിൽ അതിന് ഒരു NBFC, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് റിസർവ് ബാങ്കിൽ നിന്ന് മേടിച്ചെടുക്കാനും കൂടെ കഴിഞ്ഞാൽ ചെക്ക് ട്രാൻസാക്ഷൻ ഒഴികെയുള്ള എല്ലാ ബാങ്കിങ് ഇടപാടുകളും നടത്താം, അങ്ങനെ വലിയൊരു ഭാവിയുണ്ട് എന്നെല്ലാം തീരുമാനിച്ച് ഞങ്ങൾ തീരുമാനങ്ങളെടുത്ത് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇരിക്കുന്ന കാലത്താണ് ഞാനും മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഞാൻ 2003, 2004 കൂടിയിട്ട് അതിന്റെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടുള്ള ചരിത്രമാണ് എല്ലാം പുകമറയിൽ കിടക്കുന്നത്. അതിനുശേഷം ഇന്നിപ്പോ ഈ ചെറിയ തകരാറുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി എന്നുള്ള വാർത്ത കേൾക്കുമ്പോ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ സ്ഥാപനം, ഇൻഡിപെൻഡന്റ് സ്ഥാപനം, ഒരു NBFC പോലെ രൂപപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു അവസരം നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു നഷ്ടബോധം എന്റെ മനസ്സിലുള്ളത് ഞാനിപ്പോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന മൈക്രോ ഫൈനാൻസിൽ അവിടെ പല പ്രദേശങ്ങളിലും ക്രമക്കേടുകൾ ഉണ്ടാകുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകളെല്ലാം അസ്വസ്ഥജനകങ്ങളാണ്. പിന്നെ കുറഞ്ഞ പലിശയ്ക്ക് എടുത്തിട്ട് കൂടിയ പലിശയ്ക്ക് കൊടുത്ത് ലാഭം ഉണ്ടാക്കാൻ SNDP യോഗത്തിന്റെ നമ്മുടെ ബൈലോ അനുവദിക്കുന്നില്ല. കാരണം ഇത് നോൺ പ്രോഫിറ്റ് മേക്കിംഗ്, നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. ലാഭം ഉണ്ടാക്കാൻ പാടില്ല. ലാഭം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഇൻകം ടാക്സിന്റെ എക്സംഷൻ SNDP യോഗത്തിനുണ്ട്. ആ ഇൻകം ടാക്സ് എക്സംഷൻ പോലും സെൻട്രൽ ഗവൺമെന്റ് വിചാരിച്ചാൽ എടുത്തു കളയാനായിട്ട് കഴിയും. അങ്ങനെയുള്ള പല വിധത്തിലുള്ള അപകടങ്ങൾ ഇതിനകത്ത് പതിയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും എനിക്ക് ഉത്കണ്ഠയുണ്ടാകും. പറയുന്ന ആളുകൾ ശ്രീ സുജാതനൊക്കെ പറയുന്ന അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് അന്വേഷിക്കണം. സാധാരണ SNDPയുടെ ഷെയർ ഹോൾഡേഴ്സിനും മറ്റുള്ളവർക്കും നീതി കിട്ടണ്ടേ? അല്ല, ഇത് ക്രമക്കേടുകൾ ഉണ്ടെന്ന് തീർച്ചയായിട്ടും റെക്ടിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ SNDP യോഗത്തിന് തന്നെ വലിയ അപകടം ഉണ്ടാവും. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പരിമിതികളെല്ലാം ഉണ്ട്. ഒരു കമ്പനി രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള അധികാരികൾക്ക് നമുക്ക് നോട്ടീസ് അയക്കാനും
ഇൻകം ടാക്സുകാർക്ക് തന്നെ ഇതിന്റെ ലാഭവിഹിതം എത്രയാണെന്ന് പറഞ്ഞിട്ട് ഈ ടാക്സ് അടയ്ക്കാൻ പറയാനും ഒക്കെ പറയും. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ഒന്നും ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാത്തത്? ഈ അപകടമല്ല അവരുടെ തലയിലേക്കല്ലേ വരുന്നത്? സാധാരണ സമുദായ അംഗങ്ങളല്ലേ ഇതിന് ഉത്തരം പറയേണ്ടി വരുന്നത്? ഷെയർ ഹോൾഡേഴ്സിന്റെ തലയിലേക്ക് ബാധ്യതയൊന്നും വരാനില്ല. കാരണം ഇത് ലയബിലിറ്റീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എടുക്കുന്ന 5 രൂപയുടെയും 10 രൂപയുടെയും ഷെയറിന് ലയബിലിറ്റി ഉള്ളൂ. അതിനൊന്നും വരാനില്ല. അൺലിമിറ്റഡ് ലയബിലിറ്റി ഒന്നും ഞങ്ങൾക്ക് ആർക്കും വരുന്നതല്ല. പക്ഷേ പൊതുപണമാണ് എടുത്ത് കളിക്കുന്നത്. പൊതുപണം എടുത്ത് കളിക്കുന്നതിന്റെ നാണക്കേടാണ് SNDP യോഗത്തിന് ഉത്തരം പറയേണ്ടി വരുന്നത്. ആ വെച്ചപ്പാട് ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വെച്ചപ്പാട് എല്ലാവരും ഷെയർ ഹോൾഡേഴ്സും സമുദായവും ഒക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് ദുഃഖകരമായ അവസ്ഥയാണ്. ആ ദുഃഖം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അന്വേഷിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടതാണ്. ഒരു ചോദ്യത്തിനും കൂടി താങ്കൾ ഇപ്പൊ ഒന്ന് മറുപടി പറഞ്ഞാൽ എന്നിട്ട് ശ്രീ സുജാതൻ ഒന്ന് ഇടപെടുന്നു. SNDP യോഗത്തിന്റെ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 18 വർഷക്കാലമായി കേരളത്തിൽ ആരെയൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട്, ആരെയൊക്കെ അധിക്ഷേപിച്ചിട്ടുണ്ട്, ആരെയൊക്കെ സപ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ അത് തുടങ്ങുന്നത് ശ്രീ ഗൗരിയമ്മയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ശ്രീ വയലാർ രവിയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് VM സുധീരനാണ്. അത് കഴിഞ്ഞ് പിണറായി വിജയനാണ്. അത് കഴിഞ്ഞ് VS ആണ്. അപ്പോൾ ഈഴവ സമുദായത്തിൽ അല്ലെങ്കിൽ തീയ സമുദായത്തിൽ ജനിച്ച് വളർന്ന ഈ നേതാക്കന്മാരെയാണ് ആക്ഷേപിക്കുന്നതിലാണ് വെള്ളാപ്പള്ളിയുടെ മിടുക്ക്. അതെന്താണ്? അത് അങ്ങനെ ഒരു അജണ്ട ഉണ്ടോ ശ്രീ CK വിദ്യാസാഗർ? ഇങ്ങനെ SNDPയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഈഴവരല്ലാതെ ബാക്കി പുറത്ത് സ്ഥാനങ്ങൾ കിട്ടുന്ന അവരുടെ കഴിവ് കൊണ്ട് പൊതുസമൂഹത്തിൽ നല്ല മാന്യതയുള്ള പേരുകൾ ഉണ്ടാക്കിയ ഈഴവ ആളുകളെ എല്ലാം ഇങ്ങനെ അപമാനിക്കുക എന്നൊരു അജണ്ടയുണ്ടോ SNDPക്ക്? അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല മിസ്റ്റർ ലാൽ. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിൽ അദ്ദേഹം പലരെ പറ്റിയിട്ടും പറയാറില്ലേ? അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു ജനറലൈസേഷൻ ഞാൻ ചെയ്യാറില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ശൈലി കൊണ്ട് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെയും കുറ്റം പറഞ്ഞു. അതൊക്കെ നമുക്ക് സഹിക്കാം. ആ ശൈലി നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യം ഒരു ഭാഗത്ത്. രണ്ടാമത്തത്, ഇത് ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് ചോദിക്കാൻ വന്ന ഇതാണ്, ശ്രീ ശാശ്വതീകാനന്ദ സ്വാമിയുമായി ബന്ധപ്പെട്ട മരണത്തിൽ താങ്കൾ ഇടപെട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയത് അദ്ദേഹമാണ് എന്ന് അദ്ദേഹം ഇന്ന് അവകാശപ്പെട്ടിരിക്കുന്നു മാധ്യമങ്ങളിലൂടെ. ഏത് രീതിയിലാണെങ്കിലും ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശ്രീ സാബുവിനെ കുറിച്ച് ഒരു അറിവുമില്ല. ശ്രീ പ്രിയൻ്റെ പേര് ഇന്നലെ പുറത്തു വന്നു. ഈ കാര്യങ്ങളൊക്കെ പുതിയ വെളിപ്പെടുത്തലായി വരുമ്പോൾ ഇതും അന്വേഷിക്കണ്ടേ? ഈ കാര്യങ്ങളിൽ ഉടനെ ഇടപെടണ്ടേ നിങ്ങളെപ്പോലുള്ളവർ? അല്ല, ഇതില് അന്വേഷണത്തെ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ SNDP യോഗത്തിന്റെ കൗൺസിലും എല്ലാവരും സർവാത്മന സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അന്വേഷണം ഗവൺമെന്റ് അതിനകത്ത് ഇടപെട്ട് ഒരു അന്വേഷണം അതിലെന്താണ് ശ്രീ CK വിദ്യാസാഗർ പത്ര പറയാനിരിക്കുന്നത്? മുൻപും CBI അന്വേഷണം വേണമെങ്കിൽ ഞാൻ തന്നെ എഴുതി കൊടുക്കാമെന്ന് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് രാവിലെയും പറഞ്ഞു. മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പലരും CBI അന്വേഷിപ്പിക്കാൻ കോടതിയിലേക്ക് അപേക്ഷ വരെ പരാതി വരെ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിലേക്കൊക്കെ. അത് കോടതിയിൽ എത്തുമ്പോൾ കോടതിയിൽ എടുക്കുന്ന നിലപാടാണ് പ്രധാനം. അവിടെ അത് ആരും അറിയില്ല, ശ്രദ്ധിക്കില്ല. അവിടെ ഇത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതാണല്ലോ, അത് മൂടിക്കെട്ടിയതാണല്ലോ, എല്ലാം ക്ലോസ് ചെയ്താണല്ലോ എന്ന നിലപാടെടുക്കുമ്പോൾ കോടതി പിന്നെ എന്ത് പറയും? അല്ല, അതെല്ലാം ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. പിന്നെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ പോസ്റ്റ്മോർട്ടത്തിന് ഒരു എതിരും പറഞ്ഞില്ല. അതങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. ഞാനിത് പോസ്റ്റ്മോർട്ടം ഒരുപക്ഷെ അവിടെ കൂടിയ പൊതുവിലുള്ള ആളുകൾക്കൊരു വികാരം ഉണ്ടായി. ഈ സ്വാമിജിയെ സമാധി ഇരുത്താനുള്ള സ്വാമിജിയുടെ ബോഡി ഡിസെക്ട് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനോടുള്ള ഒരു വൈകാരികമായ ഒരു സംഗതികളിലൊക്കെ വെച്ചുകൊണ്ടായിരിക്കും പലരും ഇത് ഒഴിവാക്കാനായിട്ടുള്ള എന്താ ശ്രമം എന്നൊക്കെ അവിടെ സംസാരിക്കാനിടയായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് നടന്ന സംഭാഷണങ്ങളാണ്. ഇനി ഞാനിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ SNDP ജനറൽ സെക്രട്ടറി അങ്ങനെ തന്നെ അത് മതി, പ്രസിഡന്റ് പറഞ്ഞതാണ് ശരി, അത് നമുക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് അദ്ദേഹം പറയും. അപ്പൊ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഞങ്ങളുടെ അവിടുത്തെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു സോമൻ. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആലുവ താലൂക്ക് ആശുപത്രിയിലെ അവിടുത്തെ ഒരു റെപ്യൂട്ടഡ് സർജനാണ് അദ്ദേഹം. വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് ആ കാലത്തും അദ്ദേഹം. ഒരു കാര്യം, അതായത് ഇങ്ങനെ ഒരു അസ്വാഭാവിക മരണം നടക്കുമ്പോൾ കേരളത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ബാക്കിയുള്ള നിയമവിദഗ്ധർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ഇത് ആരോടും വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടോ മറ്റു മന്ത്രിമാരോടോ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല. IG-യോട് വിളിച്ച് DGP-യോടൊന്നും വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പോസ്റ്റ്മോർട്ടം നടത്തണോ വേണ്ടയോ എന്നൊന്നും. അവിടെ പോലീസുകാർ നേരിട്ട് ആ കാര്യം ചെയ്യേണ്ടതാണ്. ആ കാര്യങ്ങളിലേക്ക് എന്ത് കാര്യത്തിനാണ് ഇത്ര വിളിച്ചു ചോദിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് പോയത്? ഒരു സേഫ്റ്റി എടുത്തത് എന്തുകൊണ്ടാണ്? അത് മിസ്റ്റർ ലാൽ ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ അപ്പോഴത്തേക്കും ശാശ്വതീകാനന്ദ സ്വാമിയുടെ സുഹൃത്തുക്കളും ആരാധകരും
സമുദായ സ്നേഹികളുമായിട്ട് ഒരു വലിയ ജനസംഖ്യയും തന്നെ അവിടെ പ്രദേശത്ത് കൂടിക്കഴിഞ്ഞു. അപ്പൊ അവരുടെയൊക്കെ ഒരു വിചാരം, നിങ്ങൾ ഇത്രയും വലിയ നേതാക്കന്മാരെല്ലാം ഉണ്ടായിട്ട് ഇത് കീറി മുറിക്കാതെ സ്വാമിയുടെ ഇത് ബോഡി കീറി മുറിക്കാതെ ഇത് ചെയ്യാനുള്ള ഒരു ശേഷി നിങ്ങൾക്കില്ല എന്നുള്ള മട്ടിലാണ് ഈ ജനം ഞങ്ങളെ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ടുകൂടെ ആയിരിക്കണം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് മിസ്റ്റർ രാജൻ ബാബു ഉൾപ്പെടെയുള്ളവരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടെയാണ് അന്ന് CM-ന്റെ അടുത്തും IG-യുടെ അടുത്തും ഒക്കെ സംസാരിക്കാൻ ഇടയായിട്ടുള്ളത്. ഈ സാഹചര്യമായിരിക്കും എനിക്ക് തോന്നുന്നു. അതല്ലാതെ അതിലിപ്പോ നമുക്കാരെ കുറ്റം പറയാൻ സാധാരണക്കാരെ നോക്കുമ്പോഴേ. ശ്രീ CK വിദ്യാസാഗർ, ഇത് ശ്രീ രാജൻ ബാബുവിന്റെ പേര് പറഞ്ഞതുകൊണ്ടാണ്. ശ്രീ സുജാതൻ നേരത്തെ പറയുണ്ടായി, ഗൾഫിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളിയും സ്വാമിജിയുമായി ഉണ്ടായ സംസാരം ഈ രാജൻ ബാബുവിനെ പുതിയ ജനറൽ സെക്രട്ടറി ആക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് ചില സ്ട്രക്ചറൽ ചേഞ്ചസ് SNDP-യിലും പുറത്ത് ഗവൺമെന്റിലും ഒക്കെ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായി എന്ന്. അങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ടാണ് പുറത്തേക്ക് ഇങ്ങനെ പറയുന്നത്? അന്ന് അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ചാനലിലോ മറ്റേ അന്ന് അത് സംബന്ധിച്ച് സ്ക്രോളിംഗ് വാർത്ത വന്നതായിട്ടാണ് ഞാൻ എന്റെ ഓർമ്മയിൽ എവിടെയോ തങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ രാജൻ ബാബുവിനായിട്ട് ഇടയ്ക്ക് ഞാനത് സംസാരിച്ചപ്പോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ വർത്തമാനങ്ങൾ നടന്നതായി ഇത് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നല്ലാതെ അതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല മിസ്റ്റർ ലാൽ. സോറി, എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും പറയാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും അങ്ങയുടെ പേരിന്റെ മുമ്പേ അഡ്വക്കേറ്റ് എന്ന് കൂടെ ഉണ്ടല്ലോ, അത് ഞാൻ മനസ്സിലാക്കണം. ശ്രീ CK വിദ്യാസാഗർ, എന്തായാലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ സംസാരങ്ങളായിട്ട് നടക്കുന്നത് വെറുതെ ഇങ്ങനെ വരില്ലല്ലോ. എന്തെങ്കിലും ഒരു തീ ഉണ്ടെങ്കിലല്ലേ പുക വരാൻ സാധ്യതയുള്ളൂ. ആ പുകയൊക്കെ അന്വേഷിക്കാതെ 13 വർഷം കഴിഞ്ഞ് ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് എല്ലാവരും അന്വേഷിച്ചതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ലോസ് ചെയ്യേണ്ട സാധനമാണെന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളേണ്ടതല്ലോ. ഈ കാര്യങ്ങൾ ഇപ്പോൾ ഒന്നുകൂടി കൃത്യമായി പുനരന്വേഷിക്കണമെന്ന് ഈ ഗവൺമെന്റിനോട് SNDP യോഗത്തിന്റെ മുൻ ഭാരവാഹി, അതിന്റെ തലപ്പത്തിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ശ്രീ CK വിദ്യാസാഗർ ഈ ചർച്ചയിൽ ആവശ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ആവശ്യപ്പെടുന്നു. എന്ന് തന്നെയല്ല, മുൻ ഭാരവാഹി എന്നുള്ളത് മാത്രമല്ല മിസ്റ്റർ ലാൽ, എന്നെ SNDP യോഗത്തിന്റെ ആ പ്രധാനപ്പെട്ട കസേരയിലേക്ക് പിടിച്ച് ബലമായിട്ടെന്ന് പറഞ്ഞ പോലെ നിർബന്ധിച്ച് കൊണ്ടുപോയി ഇരുത്തിയത് ശാശ്വതികാനന്ദ സ്വാമിയാണ്. എനിക്ക് സ്വാമിയായിട്ട് വളരെ വർഷങ്ങളുടെ ബന്ധമുണ്ട്. ഞാൻ ഒരു ഇതിന്റെ അങ്ങനെ മെയിൻ സ്ട്രീമിലേക്കൊന്നും വന്നിരുന്ന ഒരു ആളെ ആയിരുന്നില്ല. ശിവഗിരി ആക്ഷൻ കൗൺസിൽ, ശിവഗിരിയിലെ സംഘപരിവാർ ശക്തികൾ കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച ശാശ്വതികാനന്ദ സ്വാമിയുടെ കൂടെ ഈ ശിവഗിരി ആക്ഷൻ കൗൺസിലിന്റെ ഒരു പ്രധാന നേതാവായിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നു. അപ്പൊ സ്വാമി എന്നെ ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് അന്നത്തെ ഭാരവാഹികൾക്കെതിരെ മത്സരിപ്പിക്കാനുള്ള ഒരാളായിട്ട് എന്നെ കണ്ടുപിടിച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞു ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കാൻ അന്ന് എനിക്ക് കഴിയത്തില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞതിനെ തുടർന്നാണ് സ്വാമി വളരെ നിർബന്ധിച്ചാണ് വെള്ളാപ്പള്ളി നടേശനെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയാക്കിയത്. എനിക്കന്ന് തിരക്കുള്ള അഭിഭാഷക വൃത്തിയും എനിക്കന്ന് 45 വയസ്സേ ഉള്ളൂ. എന്റെ പ്രൊഫഷന്റെ ഒക്കെ വളരെ നിർണായക സമയത്താ. അപ്പൊ SNDP യോഗത്തിന്റെ കസേരയിലേക്ക് ഞാൻ മടിച്ചെന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനെ സ്വാമി നിർബന്ധിച്ചാണ് ആ സ്ഥാനത്താക്കിയത്. ഇതൊക്കെ വസ്തുതയാണ്. എനിക്ക് അതുകൊണ്ട് സ്വാമിയോട് വളരെ വലിയ ആത്മബന്ധമുണ്ട്. സ്വാമിയുടെ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധമുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ അന്വേഷണം വേണം. ഒപ്പം അതിനോടൊപ്പം ഈ സാമ്പത്തിക കാര്യങ്ങളിൽ SNDP നേരിടുന്ന ആ ഒരു പ്രശ്നവും അന്വേഷണ പരിധിയിൽ വരണം. സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകള് വളരെയധികം അസ്വസ്ഥജനകങ്ങളായിട്ടുള്ള വാർത്തകൾ പല കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നുണ്ട്. പല യൂണിയനുകളിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഈ പ്രോഫിറ്റ് മേക്കിംഗ് എന്ന മട്ടിലെ ഹൈ റേറ്റ് ഇൻട്രസ്റ്റ് മേടിച്ചതിന്റെ പരാതികള്, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഉണ്ടാകാവുന്ന ഒരു തകരാറുണ്ട്. ആ തകരാറ് SNDP യോഗം തന്നെ കഴിയുന്നത്തെ വേഗത്തിൽ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഒറ്റ കാര്യം കൂടി, അതായത് ശ്രീ വെള്ളാപ്പള്ളി ഇന്നൊരു മാധ്യമത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങ് ഈ കാര്യത്തിൽ ശ്രീ വെള്ളാപ്പള്ളിയുടെ കൂടെ ചേരുമെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അത് വരരുതേ, അങ്ങനെ വരരുതേ, സത്യത്തിന്റെ കൂടെ നിൽക്കണം. മുൻവിധി വേണ്ട, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ ഞാൻ പറയൂ. തീർച്ചയായിട്ടും ശ്രീ CK വിദ്യാസാഗർ എന്താണ് ഇതിനകത്ത് ഉത്തരം പറയാൻ പോകുന്നത് നോക്കട്ടെ. പല ആളുകൾക്കും സ്വയം സാക്ഷ്യമുള്ള കാര്യമാണ്. SNDP-യുടെ SN ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജുകളിൽ അധ്യാപകരെ നിയമിക്കുന്നതിന് പൈസ വാങ്ങിക്കുന്നില്ല എന്നാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ശ്രീ CK വിദ്യാസാഗർ സത്യം പറയുക, അല്ലെങ്കിൽ മൗനം ആചരിക്കുക.
അല്ല SNDP യോഗത്തിന്റെ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ ഞാൻ അധ്യാപക നിയമനം നടത്തുന്നതിന് വാങ്ങിക്കുന്നുണ്ടോ? അധ്യാപക നിയമനങ്ങളിലും വിദ്യാഭ്യാസ സംഭാവന എന്ന ഹെഡിൽ ഞങ്ങൾ പണങ്ങൾ വാങ്ങുന്നുണ്ട്. പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി എടുത്തു പറഞ്ഞത് അധ്യാപക നിയമനത്തിൽ അങ്ങനെ വാങ്ങിക്കുന്നില്ല എന്നാണ്. ഞാനൊരു കാര്യം മനസ്സിലാക്കണം, ഇതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഇന്റേണൽ സംവിധാനമുണ്ട്. ആ ഇന്റേണൽ സംവിധാനത്തിൽ പാലിക്കേണ്ട സുതാര്യതകൾ പാലിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ എന്ന് ഞാൻ SNDP യോഗത്തിന്റെ പ്രസിഡന്റായിട്ട് ഇരുന്ന കാലത്ത് നിഷ്കർഷിക്കുകയും അതനുസരിച്ച് നടത്താനായിട്ട് ശ്രമിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട്. അതല്ലാതെ വന്നപ്പോ ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ശ്രീ വിദ്യാസാഗർ, അതായത് ആ ഇന്റേണൽ സുതാര്യത എന്ന് അങ്ങ് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഈ പൈസ വാങ്ങുമ്പോൾ അതിൻ്റെതായ രീതിയിൽ സംഭാവനയുടെ റെസിപ്റ്റ് കൊടുത്ത് അത് ഈ ട്രസ്റ്റിന്റെ കണക്കിൽപ്പെടുത്തി ആ ഭാരവാഹികളുടെ യോഗത്തിൽ അത് അവതരിപ്പിച്ച് ഓഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കുക എന്നുള്ളതാണല്ലോ. അത്രയും വലിയ സുതാര്യതയിലേക്ക് പോകാൻ കഴിയില്ല. അതല്ലാതെ ശ്രീ സി കെ വിദ്യാസാഗറിന്റെ കാലഘട്ടത്തിൽ ആ പൈസ ബാക്കി വരുന്നതെല്ലാം അങ്ങയുടെ അക്കൗണ്ടിലേക്ക് അല്ലല്ലോ പോയത്. അല്ലല്ല SNDP യോഗത്തിന് അന്നാകെ 4 കോളേജുള്ളൂ ഞങ്ങൾക്ക്. ട്രസ്റ്റിൽ ഞാൻ ഭരണാധികാരി ആയിരുന്നിട്ടില്ല, ഞാൻ അതിന്റെ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. യോഗത്തെ സംബന്ധിച്ചോളം 4 കോളേജേ ഉള്ളൂ. ആ 4 കോളേജുകളിലും ഈ സംഭാവനകളൊക്കെ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ജില്ലയിലാണോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ആ ജില്ലയിലുള്ള യൂണിയൻ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ഒരു കമ്മിറ്റി, ഒരു ഉപദേശക സമിതിയായിട്ട് ആ കോളേജിന് വേണ്ടി വെക്കും. എന്നിട്ട് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും അവിടുന്ന് കിട്ടുന്ന പണം കൊണ്ട് ആ പ്രദേശത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് നടത്തുക. മിച്ചമുള്ള പണം അതാത് പ്രദേശത്ത് ജനറൽ സെക്രട്ടറിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുക. SNDP യോഗത്തിന് ഹെഡ് ഓഫീസിലേക്ക് പണം ആവശ്യമുള്ളപ്പോൾ അവിടുന്ന് ചെക്ക് എഴുതി പണം എടുക്കുക. നടന്നു വന്നു. അന്വേഷിക്കണമെന്നായിരിക്കും ശ്രീ വിദ്യാസാഗർ പറയുന്നത്. ശ്രീ PM മനോജ്, ഇപ്പോൾ ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തലുണ്ടായിരുന്നപ്പോഴും താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഉണ്ട്. കേരളം മുഴുവൻ ഇന്ന് പുതിയ ഡെവലപ്മെന്റ്സിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഗൗരവം ഈ കാര്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടവരുടെ ഇടപാടുകളിൽ കാണുന്നുണ്ടോ? അല്ല, അത് ഗൗരവം ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ. ഇനി അവരുടെ നീക്കങ്ങൾ എന്താണ് എന്ന് നോക്കി അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഇവിടെ നേരത്തെ കോളേജ് നിയമനങ്ങളും അതിൽ കോഴയും പറഞ്ഞു. ഈ ശാശ്വതീകാനന്ദയുടെ വധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോളേജ് നിയമനങ്ങളിലടക്കം ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കൊല്ലം മിഷൻ കോളേജിലെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അധ്യാപികയെ നിയമിച്ചു. ആ അധ്യാപിക മന്നാടിയാർ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഈ മന്നാടിയാർ സമുദായത്തിൽപ്പെട്ട അധ്യാപിക അവിടെ അന്ന് മെറിറ്റിലുണ്ടായിരുന്ന ഈഴവ സമുദായത്തിൽ ഉൾപ്പെടെയുള്ള പല ആളുകളെയും മറികടന്നാണ് വരുന്നത്. അങ്ങനെ വന്നത് ഈ കേസ് അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നു ആ അധ്യാപിക എന്നതുകൊണ്ടാണ് എന്നൊരു വെളിപ്പെടുത്തൽ വേറെയുണ്ട്. അത് കൊല്ലത്തുനിന്ന് വളരെ ആധികാരികമായി കിട്ടുന്ന വിവരമാണ്. അപ്പോൾ ഈ കേസ് തേച്ചുമാച്ച് കളയാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഒരു ചെറിയ അന്വേഷണത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു ഈ കൊലപാതകം നടത്തിയെന്ന് പറയുന്ന പ്രിയനെ അറിയാം, പരിചയമില്ല എന്ന്. വെള്ളാപ്പള്ളി പറയുന്നു എനിക്ക് പരിചയമേ ഇല്ല എന്ന്. എന്നാൽ മറ്റാളുകൾ പറയുന്നു ഇവരുടെ എല്ലാ സഹായവും, പ്രിയൻ ഇപ്പോൾ പടുത്തുയർത്തിയ പള്ളുരുത്തി സ്വദേശിയാണ്, അദ്ദേഹത്തിൻ്റെ പുതിയ കച്ചവട കാര്യങ്ങളിൽ പോലും ഇത്തരം പണത്തിൻ്റെ ധാരാളിത്തമുണ്ടെന്നും ആ ധാരാളിത്തം ഇത്തരം ബന്ധങ്ങളിലൂടെ വന്നതാണെന്ന്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 2 തരത്തിൽ ഉള്ള വിഷയമാണ് വരുന്നത്. ഒന്ന് ഈ സാമ്പത്തിക കുറ്റകൃത്യം, അതായത് പണം 1.5 പലിശ ഇന്നലെ ഇവിടെ വിശദീകരിച്ചു. 1.5 പലിശയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ 2% പലിശയ്ക്ക് എടുത്ത് 1.5 പലിശയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോ കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കുന്നു എന്നാണ് പെട്ടെന്ന് തെറ്റിദ്ധരിക്കുക. എന്നാൽ 1.5 പലിശ 1 മാസത്തേക്കുള്ളതാണെന്നും വാർഷിക പലിശയായിട്ട് അത് കണക്ക് കൂട്ടുമ്പോൾ 18% കൊള്ള നടക്കുന്നു. ഈ കൊള്ള നടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ സംഘടിത മതവിഭാഗങ്ങൾ ആ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ തട്ടിയെടുത്ത് കൊണ്ടുപോവുകയാണ്, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഈഴവരെ പറ്റിച്ചുകൊണ്ടാണ് ഈ ഈഴവർ അനുഭവിക്കേണ്ട സർക്കാർ ഏജൻസികൾ മുഖേന ഈഴവരുടെ പിന്നോക്കക്കാരുടെ ഉന്നമനത്തിനായി അനുവദിക്കുന്ന തുക കോർപ്പറേഷനുകൾ വഴിയൊക്കെയാണ്. ഈ തുക മുഴുവൻ ഇത്തരം തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കുറ്റകൃത്യങ്ങൾ, ഒന്ന് വർഗീയവൽക്കരണം, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ്, 2 ഈ ഈഴവരുടെ അല്ലെങ്കിൽ പിന്നോക്കക്കാരുടെ തുക തട്ടിയെടുക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒന്ന് ശാശ്വതീകാനന്ദയുടെ വധമാണെങ്കിൽ മറ്റൊന്ന് കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത വലിയൊരു കുറ്റകൃത്യം, സാമ്പത്തിക കുറ്റകൃത്യം അതും കൂടെ നടത്തുന്നു. അതുകൊണ്ട് സർക്കാർ ഇങ്ങനെ പ്രതികരിച്ചാൽ പോരാ. സർക്കാരിൻ്റെ പ്രതികരണം ഏത് രീതിയിലാവണമെന്നുള്ള ശ്രീ JR പത്മകുമാർ, ഇതിനകത്ത് നമുക്ക് രാഷ്ട്രീയം മാറ്റിവെച്ചാൽ താങ്കളുടെ കൂടി
മനസ്സുകൊണ്ട് അടുപ്പമുണ്ടായിരുന്നൊരു വ്യക്തിയാണ് മരിച്ചുപോയ സ്വാമിജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആഗ്രഹം ശ്രീ CK വിദ്യാസാഗറിനെ പോലെ ശ്രീ പത്മകുമാറിനും ഒക്കെ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഒരു പുനരന്വേഷണം ഇവിടെ നടത്തേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അല്ല, ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം നടത്താൻ എത്രമാത്രം സാധ്യമാവുന്നുള്ള കാര്യം ലാലിലൊന്നും മനസ്സിലാക്കണം. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ബിജു രമേശ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്തെങ്കിലും പുതുമയുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഇദ്ദേഹം മരിച്ചു 1 വർഷം കഴിഞ്ഞ സമയത്ത് തന്നെ സ്വാമിജിയുടെ അമ്മയും സഹോദരനായ വിജയകുമാർ, അതേപോലെ സഹോദരി ശാന്തകുമാരി, അതുപോലെ സ്വാമിജി ശിവാനന്ദഗുരി അന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഈ കേസ് കൊടുത്തതിന് ശേഷം അത് ക്രൈംബ്രാഞ്ചിന് അതിനെ സംബന്ധിച്ച് സത്യസന്ധമായ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് രത്നസിംഗ് പറയുകയും അതിനെ സംബന്ധിച്ച് പിന്നെ അന്വേഷണം നടക്കുകയാണ് ചെയ്തത്. 2006 ജാനുവരി മാസം 9-ാം തീയതി അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു അച്യുതാനന്ദൻ ഇതിനെ സംബന്ധിച്ച് ഒരു ഹൈഡ് ഗുണ്ടയുടെ സാന്നിധ്യം ഇതിലുണ്ട്, ഏറ്റുമാനൂരിലുള്ള DYFI-കാരനെ കൊന്ന കേസിലെ പ്രതിയാണ് ഈ ഒരാൾ, ഇതിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അതിനെ സംബന്ധിച്ചും അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചാൽ ഇവിടെ സുജാതൻ പറഞ്ഞൊരു എതിരഭിപ്രായം, സുഭാഷ് എന്ന് പറഞ്ഞ ആളിനെയും സ്വാമിയുടെ ഡ്രൈവറായിരുന്ന സാബുവിനെയും 2009 അന്നത്തെ ആലുവ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന തിരുവനന്തപുരത്തുകാരനായ P. കൃഷ്ണൻ നായരും അവിടെ SIയും ഉൾപ്പെടുന്ന അന്വേഷണ ടീം പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തി. മാത്രമല്ല 2003 ഒന്ന് പറയട്ടെ, 2003 കേരള ഹൈക്കോടതി അന്നത്തെ നമ്മുടെ ഗവൺമെൻറ്റിനോട് പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ ഒരാൾ പെറ്റീഷൻ കൊടുത്തു. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കണോ എന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ 2003 അന്ന് UDF ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് തീരുമാനമെടുത്തില്ല. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പുനരന്വേഷണം ആണ് സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണമാണ് ഇപ്പോൾ ഈ നിമിഷത്തിലെ ചോദ്യം. അതാണ് ഉന്നയിക്കുന്നത്. ഇവിടെ എല്ലാം അന്വേഷിച്ചു, എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്തു, ഇനി നിയമപരമായി എത്രത്തോളം പറ്റും ഈ കാര്യത്തിൽ എന്നുള്ളതാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നമ്മുടെ സമൂഹത്തിൽ നടന്നാൽ ആ ക്രിമിനൽ കുറ്റം ഒരു വ്യക്തിയിലും ആ വ്യക്തി ചെയ്ത കൊലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളോ വ്യക്തിമായിട്ടുള്ള അവർക്ക് മാത്രം ബാധിക്കുന്നതല്ല, മറിച്ച് അതൊരു സമൂഹത്തെ മൊത്തം ബാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എവരി ക്രൈം ഈസ് അഗൈൻസ്റ്റ് സൊസൈറ്റി എന്ന് പറയാനുള്ള കാരണം അതാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ആ ചർച്ചയിൽ എത്രത്തോളം വാസ്തവമുണ്ട് അല്ലെങ്കിൽ ആ ചർച്ചയിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്ന കാര്യത്തിലൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ആ സംഭവത്തിൽ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ വന്നതിന്റെ സ്ഥിതിക്ക് അത് അന്വേഷിക്കേണ്ടതാണ്. അതിന് കാലപരിധിയില്ല. ക്രിമിനൽ കുറ്റം ചെയ്തതിന്റെ യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് കാലപരിധിയില്ല. അത് ഒരു അന്വേഷണം നടത്തി പുനരന്വേഷണമാണോ തുടരന്വേഷണമാണോ മറ്റേതു തരം അന്വേഷണമാണോ എന്നുള്ളത് നിയമവ്യാഖ്യാനത്തിലൂടെ നമുക്ക് കാണേണ്ടത്. പക്ഷെ ഒരു സത്യം നമുക്കറിയണം, യഥാർത്ഥ സംഭവം ഈ മരണത്തിന് കാരണക്കാർ അല്ലെങ്കിൽ കാരണക്കാരൻ ആരാണെന്നുള്ള കാര്യം അതറിഞ്ഞില്ല എങ്കിൽ സമൂഹം എപ്പോഴും ഒരു തെറ്റായ സന്ദേശം, അതായത് ഇത്തരത്തിലുള്ള ഒരു സാത്വികനായ ഒരു മനുഷ്യന്റെ മരണം, അദ്ദേഹം ഒരു സമൂഹത്തില് സാധാരണ ഒരു വ്യക്തിയല്ല, ഉയർന്ന സ്ഥാനത്ത് ധാർമ്മികതയും മൂല്യബോധവും ഒക്കെ ഉയർത്തിപ്പിടിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മരണം തീർച്ചയായും സമൂഹത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ മരണത്തെക്കുറിച്ച് അതിന്റെ ദുരൂഹത മാറേണ്ടത് ഏതൊരു നിയമവാഴ്ചയെയും വിശ്വസിക്കുന്ന അത് നിയമപരമായി സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണോ? തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയമില്ല. ഞാനത് പറയാൻ കാരണം ലോക ചരിത്രത്തിൽ എപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ ചില കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും കുറെ കാലങ്ങൾക്ക് ശേഷം യഥാർത്ഥ പ്രതി ആരാണെന്ന് ചരിത്രം തിരിച്ചറിയുമ്പോൾ ആ യഥാർത്ഥ പ്രതിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ച ചരിത്രം നമ്മുടെ ക്രിമിനൽ വ്യവസ്ഥയിൽ നമ്മുടെ മുമ്പിലുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോ വെളിപ്പെടുത്തപ്പെട്ട കാര്യം അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾക്കപ്പുറം നിയമപരമായി അത് അന്വേഷിക്കപ്പെടണം. അത് ഒരിക്കൽ അന്വേഷിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അതിനി അന്വേഷിക്കണ്ട എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഒരുപക്ഷെ ഒരു സാങ്കേതിക പ്രശ്നം പറഞ്ഞ് നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ പരിമിതികൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാമെങ്കിലും യഥാർത്ഥ സത്യം കൊണ്ടുവരേണ്ടതാണ്. നിയമത്തിന്റെ മുമ്പിൽ ആരാണ് കുറ്റം ചെയ്തു അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ
ഏതൊരു അന്വേഷണം വേണോ എന്നുള്ളത് അതിന്റെ ബന്ധപ്പെട്ടവർ തീരുമാനിക്കട്ടെ. ഇതിനകത്ത് എന്ത് സാങ്കേതിക കാര്യം പറയാനാണ് ശ്രീ ശിവൻ മഠത്തിൽ? കാരണം സാങ്കേതികമായി എന്ത് കാര്യം പറയുക? ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകളിൽ ചില പേരുകൾ ഇന്നയാളാണ് കൊന്നത് എന്ന് പറയുന്നു. ആ സ്വാമിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളിനെ നുണപരിശോധന നടത്തി എന്നും നടത്തിയില്ല എന്നുള്ള 2 വാദങ്ങൾ വരുന്നു. അവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും കേസ് നടത്താൻ അവർ എത്രമാത്രം പണം ചിലവാക്കി എന്നുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നു. ഒപ്പം ഇതിൽ ആരോപണ വിധേയരാകുന്ന മറുവശത്ത് നിൽക്കുന്ന ആളുകളുടെ സാമൂഹ്യ രാഷ്ട്രീയ ശക്തി ഇതിനകത്ത് പുറത്തേക്ക് വരുന്നു. അവരുടെ പുതിയ സാമ്പത്തിക ഇടപാടുകൾ ചർച്ചയാകുന്നു. അതിലെ കള്ളത്തരങ്ങൾ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്, തെളിവുകൾ പുറത്തേക്ക് വരുന്നു. ഈ കാര്യങ്ങളൊക്കെ പോരെ ഇത് വീണ്ടും അന്വേഷിക്കാൻ, വീണ്ടും തുടർ അന്വേഷണം നടത്താൻ? ഒരു കാര്യം ഞാനിവിടെ ആമുഖമായി പറയാം. ശാശ്വതികാനന്ദ സ്വാമികളുടെ മരണത്തെ സംബന്ധിച്ച് അന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്ന വാർത്തകളിൽ പൊതുവെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സ്വാമിജി കുളിക്കാൻ ആലുവ പുഴയിലെ കടവിൽ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുമ്പോൾ പുഴയിൽ വീണ സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീന്തൽ അറിയാമായിരുന്നുവെന്നും അദ്ദേഹം ആ മരണം സംഭവിക്കാനുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ അതൊരു സ്വാഭാവിക മരണമല്ല എന്ന് ഏതൊരു ആളിനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ശക്തമായ വാർത്തകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങൾ കൊണ്ടും യഥാർത്ഥ രീതിയിലുള്ള അന്വേഷണം നടന്നില്ല എന്ന് അന്ന് തന്നെ നമുക്ക് വളരെ പരക്കെ ആക്ഷേപമുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, മരണം സ്വാഭാവികമല്ല, മറിച്ച് ആരോ ആ മരണത്തിന് കാരണക്കാരായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാനിവിടെ ഒരു വ്യക്തിയെയും പോയിന്റ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പൊ ആരോപിക്കപ്പെടുന്ന വ്യക്തികളാണെന്ന് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അത് നിയമം അതിന്റെ മുമ്പിൽ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഏജൻസിയും മറ്റ് ബന്ധപ്പെട്ടവരാണ്. അവരുടെ തൊഴിലിലേക്ക് നമ്മൾ കടക്കുന്നത് ശരിയല്ല. പക്ഷേ ഇപ്പോ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ വളരെ ശക്തമായ ചില നിരീക്ഷണങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. പണം, രാഷ്ട്രീയ സ്വാധീനം, മതപരമായ സ്വാധീനം ഒക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിലെ ഈ സംശയം ദൂരീകരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇതിന്റെ യഥാർത്ഥ സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്ന അന്വേഷണം നടത്താൻ തയ്യാറെടുക്കണം. ഒരുപക്ഷെ സംസ്ഥാന സംവിധാനത്തിൽ ഇതിന് ശാശ്വതികാനന്ദ സ്വാമികളുടെ മരണം സ്വാഭാവികമാണോ അല്ലെങ്കിൽ അതിനാരെങ്കിലും പിന്നിലുണ്ടോ എന്ന് കേരളത്തിൽ ആരെങ്കിലും ഇതിനെതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ആളുകളും, വെള്ളാപ്പള്ളി നടേശനും ബാക്കി രാഷ്ട്രീയ പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ പറയുന്നത് അന്വേഷണം വേണമെന്ന് തന്നെയാണ്. സത്യസന്ധമായ അന്വേഷണം നടത്തണം. ഒരു ആരോപണത്തിന്റെയും പുകപുറ സൃഷ്ടിച്ച് ഇതിനകത്ത് ആരോപണ വിധേയൻ ശ്രീ വെള്ളാപ്പള്ളി ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു പുതുതായി ഞാൻ പറഞ്ഞതൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കൂടിയാണ്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ആ പോലീസ് റെക്കോർഡുകൾ പരിശോധിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇന്നലെ ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ ഒരിക്കൽ പോലും എൻ്റെ തൊഴിലാളി ഇത് പറഞ്ഞു എന്നല്ലാതെ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ല. ആ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റിൽ. രണ്ടാമത് തൊഴിലാളിയുടെ പേര് പറഞ്ഞിട്ടില്ല. അല്ല, ഇദ്ദേഹത്തിന് ഓരോരുത്തർക്ക് താല്പര്യമുള്ള സമയങ്ങൾ പറയുമ്പോഴൊക്കെ അന്വേഷണം നടത്താൻ ഏതെങ്കിലും ഒരു ഗവൺമെന്റോ ഏജൻസിക്ക് കഴിയുമോ? ശ്രീ ബിജു രമേശ്, താങ്കൾ ഒരു നിയമ പാലകൻ എന്നുള്ള നിലയ്ക്കല്ല, താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനാണ്, സ്വാമിജിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. ഈ കേസിന്റെ അങ്ങേക്ക് താല്പര്യമുള്ള ചില ഭാഗങ്ങൾ മാത്രമാണോ വായിച്ചത്? ഈ സാബുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ സാബുവിനെ ഇപ്പൊ എവിടെയും കാണാനില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 2009 പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തിയെന്നാണ്. ശരി, എന്തെങ്കിലും അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ആലോചിച്ച്. അതുപോലെ സ്വാമിജിയെ അവിടെ നിന്ന് മുങ്ങി മരിച്ച അല്ലെങ്കിൽ അദ്ദേഹം അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് എടുത്ത സമയത്ത്, പുഴയിൽ നിന്ന് എടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ നെഞ്ചിൽ ഇടിച്ച് ഈ വെള്ളം പുറത്തേക്ക് കളയാൻ ശ്രമിച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് വന്നില്ല എന്നാണ് കണ്ടെത്തിയത്. അല്ല, അതിനെ സംബന്ധിച്ച് അവിടെ കൂടി ഇത്രയും സ്വാമിയെ സ്നേഹിക്കുന്ന, സ്വാമിയെ ആരാധിക്കുന്ന, നേരത്തെ വിദ്യാസാഗർ പറഞ്ഞ പോലെ ഒത്തിരി ആളുകളുണ്ടായല്ലോ. അതിനെ സംബന്ധിച്ച് അതിന്റെ ആധികാരികത പരിശോധിക്കേണ്ടതാണ്. സ്വാമിയെ ആരെങ്കിലും സ്വാമി സ്വാഭാവികമായി മരിച്ചു എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ അതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണം. പക്ഷെ അതിന് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ചില ആരോപണങ്ങളിൽ രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ ചില ഗൂഢാലോചനകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങും പറയുന്നു ആരോ കൊന്നതാണ്, അത് കണ്ടുപിടിക്കില്ല. അദ്ദേഹത്തിന്റെ
അങ്ങനെ മരണത്തിൽ സംശയമുണ്ടെങ്കിൽ അന്വേഷണം നടത്തണം. സത്യസന്ധമായി അന്വേഷണം നടത്തുന്നത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. പക്ഷേ ഇന്ന് വരെ ഉണ്ടായി 2002 ശേഷം 2010 മുമ്പുള്ള ഭാഗം ഒന്നുകൂടി, അതായത് ഈ കാര്യം പുറത്തേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം ഇനി? അല്ല, ഈ പുറത്തു കൊണ്ടുവരുന്ന അന്വേഷണം വേണമെങ്കിൽ അന്വേഷണം ആരെതിർക്കുന്നു? ആർക്ക് വേണമെങ്കിൽ. അല്ല, ഗവൺമെന്റിന് നാട്ടുകാർ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ആവശ്യമാണെന്ന് ഇപ്പൊ പറയുന്നുണ്ടല്ലോ. കൊണ്ടുവരാൻ ആരെങ്കിലും തടസ്സം ചെയ്യുന്നുണ്ടോ? പക്ഷെ കൊണ്ടുവരുന്ന എല്ലാവരും വേണ്ട ശ്രീ ജെ ആർ എല്ലാവരും അന്വേഷണം ആവശ്യപ്പെടുമ്പോഴും എല്ലാവരും വി മുരളീധരൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് അങ്ങ് വല്ലാതെ കൂടിക്കൊഴിഞ്ഞ് പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി സ്വയം രക്ഷപ്പെട്ടോട്ടോ എന്ന് പറയുമ്പോഴും അങ്ങ് ആ ഭാഗം വെള്ളാപ്പള്ളി പറയാത്ത അർത്ഥത്തിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെയല്ല, വെള്ളാപ്പള്ളിയുടെ വ്യക്തിപരമായ ഇടപെടലോ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഏർപ്പെടുകളിലോ അല്ലല്ലോ ഞങ്ങളുമായി സഖ്യത്തിലോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി അദ്ദേഹം വ്യക്തിപരമായി ഏത് തരത്തിൽ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ആരോപണം അദ്ദേഹത്തിന്റെ മേൽ വരുന്നു. ശ്രീ ബിജു രമേശ് ആ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയുള്ള പോക്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ പലതും പൊരുത്തപ്പെടുന്നില്ല, ലിങ്ക് പൊരുത്തപ്പെടാ. അത് പറഞ്ഞാൽ കൂടുതൽ വർഷമാവും. കാര്യം പൊരുത്തപ്പെടാൻ ഈ വെളിപ്പെടുത്തിയ ആളുകളുടെ വെളിപ്പെടുത്താൻ തന്നെ പൊരുത്തക്കേടുകളുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചു തരാം. അല്ല, ആ കാര്യത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകാം. അല്ല, അന്വേഷിക്കട്ടെ, സത്യസന്ധമായി അന്വേഷിക്കട്ടെ. ആരന്വേഷിക്കണം? ഗവൺമെന്റ് അന്വേഷിക്കട്ടെ. ഗവൺമെന്റ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ആരെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം അതിനകത്ത് ചോദിച്ചോട്ടെ. BJP ഈ കാര്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെടുന്നു. അല്ല, ഞങ്ങൾ യാതൊരു തെറ്റുള്ള സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടോ? അന്വേഷണം നടത്തട്ടെ, സത്യസന്ധമായ അന്വേഷണം നടത്തട്ടെ. ഇല്ല, ഇത് കാണുന്ന ആളുകൾ ആരും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കേട്ടിട്ടുണ്ടാകില്ല. BJP ഇപ്പോ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പുനരന്വേഷണം നടത്തണം എന്നാവശ്യപ്പെടുന്നു. അല്ല, ഞാൻ ഇന്നലെ ആ കാര്യം വളരെ വ്യക്തമായിട്ട് ഇന്നലെ പറഞ്ഞല്ലോ. ഈ ഗവൺമെന്റ് അന്വേഷണം നടത്തുന്നത് ഞങ്ങൾക്കെതിരില്ല. അതല്ല, ഞങ്ങൾക്കെതിരില്ല. അങ്ങനെയല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചതല്ല, ഞങ്ങൾ എതിർക്കുന്നില്ല. അന്വേഷണം നടത്തട്ടെ. അതല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തിനാ? ഞങ്ങളെ കൊണ്ട് ആവശ്യപ്പെടുന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി അന്വേഷിച്ചേക്കും. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യമനുസരിച്ച് അദ്ദേഹം അതിന് ഓർഡർ ഇടട്ടെ. ഞങ്ങള് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നതിന് ഞാൻ അറിയാമല്ലോ ഈ ഞാൻ പറയാം. ശ്രീ ജെ ആർ പത്മകുമാർ, ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ ശ്രീ VS അച്യുതാനന്ദൻ ഇവരൊക്കെ പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാലാണ് കേൾക്കുക എന്നാണ്. അല്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള ബന്ധങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. മുസ്ലിം ലീഗ് ഈ മുന്നണിയിൽ LDF-ൽ ഇല്ലെങ്കിലും മുസ്ലിം ലീഗിന്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു കൊടുക്കും. അതേപോലെ ഇപ്പുറത്തും ഇതേ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു കൊടുക്കും. ഇപ്പൊ സോളാർ സമരമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പരസ്പര സഹായ മുന്നണി തന്നെയാണ് ഇത്. യാതൊരു വ്യത്യാസവുമില്ല. ഞങ്ങളുടെ അക്കൗണ്ടില് അതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ചോദ്യം കൂടി അതിന് വ്യക്തമായ ഉത്തരം പറഞ്ഞാൽ അങ്ങേക്ക് ഇപ്പോൾ അങ്ങയുടെ ഇഷ്ടപ്രകാരമുള്ള നിലപാടുകൾ എടുക്കാം. അതായത് സ്വാമിജിയുടെ മരണത്തിൽ ഒരുപാട് പേർ വളരെ ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തെ ഇന്ന് പീപ്പിൾ ന്യൂസ് ടീമിന് മനസ്സിലായ ഒരു കാര്യമാണ്. എല്ലാ സ്ഥലത്തും സ്വാമിജിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ സാധാരണ സമുദായ സ്നേഹികൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ കാര്യം പുറത്തേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വോട്ടർമാരും ഒക്കെ ആയിരിക്കാം അവർ. അങ്ങനെയാണെങ്കിൽ അവർ പ്രതികരിക്കേണ്ടത് കേരളത്തിലെ ഈ രണ്ട് മുന്നണികൾക്കും എതിരാണ്. ഇത്രയും കാലം സ്വാമിജി മരണത്തിൽ ഉള്ളുകളികളെ തടഞ്ഞു വയ്ക്കാനും അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാതെ ഇരിക്കാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രണ്ട് മുന്നണികൾക്കും ശ്രീ ജെ ആർ പത്മകുമാർ, സ്വാമിജിയുമായി ബന്ധപ്പെട്ട മരണത്തിൽ അന്വേഷണം നടത്താൻ നിങ്ങൾ ഒരു വാചകം പറയുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അന്വേഷണം നടത്തട്ടെ, ഞങ്ങൾ എതിരല്ല. നിങ്ങൾ എതിരാണോ ഗവൺമെന്റാണ് തീരുമാനമെടുക്കാണോന്നല്ല എന്റെ ചോദ്യം. BJP ആവശ്യപ്പെടുന്നില്ല. അല്ല, BJP കൊണ്ട് ആവശ്യപ്പെടിക്കേണ്ട. സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിൽ BJP എതിരല്ല. ഏത് നീക്കത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. തൽക്കാലം നമുക്ക് ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യുന്നത് ഈ പ്രശ്നത്തിൽ സമൂഹം ഏത് രീതിയിലാണ് ഇനിയും ചില ചോദ്യങ്ങൾ തേടുന്നത്, അതിൻ്റെ ഉത്തരങ്ങൾ തേടുന്നത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് ഇപ്പോഴും നമ്മെ അലട്ടുന്നത്. ശ്രീ ശിവൻ മഠത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ് പത്മകുമാറിനെ പോലുള്ളവർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ കാര്യത്തിൽ സംസ്ഥാനത്ത് ഈ പറഞ്ഞ തെളിവുകളിലെല്ലാം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പറഞ്ഞ മൊഴികളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്നൊരു പൊതു നിലപാടെടുത്തുകൊണ്ട് വേണമെങ്കിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു 1
അല്ല, നിയമത്തിലെ ക്രിമിനൽ നടപടിക്രമത്തിലെ 173(8) അനുസരിച്ചിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു ഡിസ്ക്ലോഷർ നടന്നാൽ, ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ ക്രിമിനൽ പിന്നെ ആക്ഷന്റെ ഒരു ഡിസ്ക്ലോഷർ നടന്നാൽ ഈ രാജ്യത്ത് നിയമ സംവിധാനം അനുസരിച്ചിട്ട് ആ ഡിസ്ക്ലോഷറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണം നടത്താനുള്ള ധാർമ്മികവും നിയമപരമായ ബാധ്യത ഗവൺമെന്റിനുണ്ട്. നമുക്കതിന്റെ രാഷ്ട്രീയ തലങ്ങളെയൊക്കെ മാറ്റിവെക്കാം. അതിൽ ഈ പറഞ്ഞതുപോലെ എത്രത്തോളം ഈ പറഞ്ഞതിൽ സത്യസന്ധതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളിൽ തെളിവുകൾ ശക്തമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ എത്രത്തോളം യോജിക്കുന്നു, ഇതൊന്നും നമ്മുടെ ജോലിയല്ല. ഇത് ചെയ്യാൻ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമായ പോലീസ് സംവിധാനങ്ങളുണ്ട്. അത് കേരളത്തിലെ പോലീസ് അന്വേഷിക്കണം എന്ന് പാടില്ല എന്നോ, അല്ലെങ്കിൽ അവർ തന്നെ അന്വേഷിച്ചാലേ തെളിവ് കൊണ്ടുവരാൻ പറ്റുമെന്നോ, അല്ല CBI അന്വേഷണം വേണോ എന്നുള്ളതൊക്കെ ആ സംഭവത്തിന്റെ സ്വഭാവത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാനിവിടെ വ്യക്തമാക്കാം. ശാശ്വതികാനന്ദ സ്വാമിയുടെ മരണം സ്വാഭാവികമല്ല എന്ന് ഈ രാജ്യത്തെ ഏതൊരു മനുഷ്യനും വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഏതൊരാളിനും അതിൽ സംശയമുണ്ട്. ആ മരണത്തിൽ ദുരൂഹതയുണ്ട്. ആര് ചെയ്തു എന്നുള്ള കാര്യം നമ്മളിപ്പോ രാഷ്ട്രീയപരമായി ഇപ്പൊ ശ്രീ ബിജു രമേശ് വെളിപ്പെടുത്തി എന്ന ഒറ്റ കാരണം കൊണ്ടോ, അല്ലെങ്കിൽ ബിജു രമേശ് പെടുത്തിയത് ബിജു രമേശ് ഒരു മദ്യ വ്യവസായം ചെയ്യുന്ന ഒരാളാണെന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നോ ഒക്കെ ഇവിടെ നമ്മൾ വിലയിരുത്തുന്നത് അപ്രസക്തമാണ്. ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിന്റെ സത്യസന്ധത കണ്ടുപിടിക്കാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനം അനുസരിച്ചിട്ട് പോലീസിന് ബാധ്യതയുണ്ട്, സർക്കാരിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കപ്പെടണം. അതിന് ഒരു സാങ്കേതിക പ്രശ്നങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളോ മത താല്പര്യങ്ങളോ ഒന്നും തന്നെ അതിന് ബാധകമല്ല. അത് അന്വേഷിക്കപ്പെടുന്നില്ല എങ്കിൽ എവിടെയോ താല്പര്യമുണ്ട്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, അതായത് ഈ കേസിൽ ഇപ്പോൾ CBI അന്വേഷണമാണ് പലരും പറയുന്നത്, അതല്ലെങ്കിൽ SNDP തന്നെ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് CBI അന്വേഷണത്തിന് ഞങ്ങൾ എതിരല്ല എന്നുള്ള രീതിയിലാണ്. CBI അന്വേഷണമാണോ ഇപ്പോൾ ആദ്യം തന്നെ ആവശ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ നടക്കേണ്ടത്? അതിന് ഒരുപാട് ചിലപ്പോൾ നടപടിക്രമങ്ങൾ വേറെ ഉണ്ടാകും. ഇവിടെ ഇപ്പൊ അല്ല, ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന അന്വേഷണത്തിൽ തന്നെ ഒരു തുടരന്വേഷണം എന്നുള്ളത് അല്ലേ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു? അതല്ലേ പുനരന്വേഷണവും തുടരന്വേഷണവും തമ്മിലുള്ള വ്യത്യാസം? അതെങ്ങനെയാണ് താങ്കൾ പറയുക? അല്ല, ഞാൻ അതുകൊണ്ടാണ് ആമുഖമായി സൂചിപ്പിച്ചത്, പുനരന്വേഷണത്തിന്റെ സാധ്യത. കാരണം ഒരു അന്വേഷണം നടന്നു, അതിലൊരു FIR ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, അതിന് നമ്മൾ പുനരന്വേഷണമല്ല വേണ്ടത്, തുടരന്വേഷണമാണ് വേണ്ടത്. അങ്ങനെ തുടരന്വേഷണം ചെയ്യാമെന്ന് സുപ്രീം കോടതിയുടെയും നമ്മുടെ കേരള ഹൈക്കോടതിയിലേക്ക് തന്നെ എത്രയോ വിധികൾ തന്നെയുണ്ട്. നമുക്കതിന്റെ ഏത് അന്വേഷണമാണ് എന്നുള്ള ചർച്ചകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. മറിച്ച് അന്വേഷിക്കണമെന്നുള്ള സത്യം ഇവിടെ അവശേഷിക്കുന്നു. അന്വേഷിക്കാതിരിക്കുന്നുവെങ്കിൽ അവിടെ രാഷ്ട്രീയമുണ്ട്, മറ്റു താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആരുടെ താല്പര്യങ്ങൾക്കും അപ്പുറമായി നിയമം എന്ന് പറയുന്നത്, നമ്മൾ നിയമ സംവിധാനത്തെ വിശ്വസിക്കുന്നത് എത്ര തന്നെ ഉന്നതന്മാരാണെങ്കിലും, അപ്പൊ ഞാനതൊരു പ്രോവർബായി പറയുന്നത്, ഇഫ് എനിബഡി വിൽ കം ആൻഡ് സേ ഐ ആം ദി എബോ ലോ, ദ ലോ വിൽ കം ആൻഡ് സേ ഐ ആം എബോ യു എന്നാണ്. നിങ്ങൾക്ക് എല്ലാവരുടെയും മുകളിൽ ഞാൻ ഇവിടെ നീതി സംവിധാനം നിലനിൽക്കുന്നു, അതിന് മുകളിലാണെന്നുള്ളതാണ്. അപ്പോ നീതി സംവിധാനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അന്വേഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ബഹുമാനപ്പെട്ട ആഭ്യന്തര ഉപമന്ത്രി പറഞ്ഞു അന്വേഷിക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നു അത് അന്വേഷിക്കാം അല്ലെങ്കിൽ അന്വേഷിക്കില്ല. ഇതൊന്നും ഇവിടെ പ്രസക്തിയില്ല. നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോൾ ഈ സംഭവം ഇപ്പൊ നടത്തിയിട്ടുള്ള ഡിസ്ക്ലോഷർ അനുസരിച്ച് അന്വേഷിക്കണം. ഇനി ആ ഡിസ്ക്ലോഷർ നടത്തിയത് തെറ്റായ രീതിയിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ ആ ഡിസ്ക്ലോഷർ നടത്തിയ ആളിനെ ശിക്ഷിക്കാനും ഇവിടുത്തെ രാജ്യത്തെ നിയമവ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ അന്വേഷണ ചാതുര്യമുള്ള അല്ലെങ്കിൽ കഴിവുള്ള കോമ്പിറ്റന്റായ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ അവിടെ ജാതിയും മതവും ഭരണവും മറ്റു താല്പര്യങ്ങളൊന്നും കൈകടത്താനോ ഇടപെടാനോ പാടില്ല എന്ന ഉറച്ച വിശ്വാസം ജനങ്ങൾക്ക് നൽകണം. അങ്ങനെ ഉള്ള വിശ്വാസം നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരണ സംവിധാനം, അതായത് സർക്കാർ കാണിക്കുന്നുവെങ്കിൽ ഇവിടുത്തെ പോലീസിന് CBIയെക്കാളും വളരെ ഭംഗിയായി ഇതിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരാൻ അന്വേഷിക്കാൻ കഴിവുള്ളവരുണ്ട് എന്ന് പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അത് നടക്കുമോ എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് ഒരു സംശയം നിൽക്കുന്നു. ആ സംശയം ദൂരീകരിച്ചുകൊണ്ട് യഥാർത്ഥ കുറ്റവാളിയെ ഈ കാര്യത്തിൽ കൊണ്ടുവരാൻ, മരണം ഏതായാലും സ്വാഭാവികമല്ല എന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. ആ അസ്വാഭാവിക മരണം അന്വേഷിക്കപ്പെടണം. റൈറ്റ്, ഞാൻ തിരിച്ചെത്താം. ഈ കേസ് ഇപ്പോൾ ഒരൊറ്റ കേസ് മാത്രം കാണേണ്ട ഒന്നല്ല. ശാശ്വതികാനന്ദ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൻ്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ചോദ്യം ഒരു ഭാഗത്ത്, അതേസമയം മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് SNDPയുടെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് SN ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ SNDP യോഗവുമായി ബന്ധപ്പെട്ട്
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന സാമ്പത്തിക ഇടപാടുകളുടെ ചോദ്യങ്ങൾ വേറൊരു ഭാഗത്ത്, ഒപ്പം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ച കോളേജിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കാര്യങ്ങൾ വേറൊരു ഭാഗത്ത്, ഈ കാര്യങ്ങളെല്ലാം കൂടി ഈ ഒരു പ്രത്യേക പുതിയ വെളിപ്പെടുത്തലിൻ്റെ ഭാഗത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് അന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള വിവിധ വകുപ്പുകൾ പരിശോധിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു പ്രത്യേക സമിതിയെ തന്നെ നിയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ ഒരു പുതിയ അന്വേഷണത്തിന് തന്നെയല്ലേ കാര്യങ്ങൾ ഉള്ളത്? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ക്രിമിനൽ ആക്ഷൻ നടന്നാൽ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ അതിനെ ഒരു അന്വേഷണം നടത്തിയെന്ന ഒറ്റ കാരണം കൊണ്ട് അത് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലെ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ പാടില്ല എന്നോ പറയാൻ പാടില്ല. അതിന് നമുക്ക് നിയമവ്യവസ്ഥയിൽ അതിന് പ്രത്യേകമായ അതിനുള്ള സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള വഴികളുണ്ട്. അപ്പൊ ആ രീതിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് അന്വേഷിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ഇനി ഇപ്പൊ അത് അന്വേഷണം ഏത് തരത്തിൽ വേണമെന്നോ അത് സർക്കാരും മറ്റു ബന്ധപ്പെട്ട അല്ല, ആ അന്വേഷണം നടത്തുമ്പോൾ, ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ തരത്തിലുള്ള അന്വേഷണം നടത്തുമ്പോൾ മറ്റു കാര്യങ്ങൾ ഈ കൂട്ടത്തിൽ എങ്ങനെ വരും? അതായത് മൈക്രോ ഫിനാൻസിന്റെ കാര്യങ്ങൾ, മറ്റ് കോഴ ഇടപാടുകൾ, ഇതൊക്കെ എങ്ങനെയാണ് ഈ കാര്യത്തിലേക്ക് വരിക? അതൊരു പുതിയ അന്വേഷണം തന്നെ വേണ്ടതല്ലേ? പുതിയ FIR ഇട്ട് അന്വേഷണം നടത്തേണ്ട കാര്യങ്ങളല്ലേ? അല്ല, ഞാനത് പറയാൻ കാരണം ഈ ആന്റണിയുടെ തളിപ്പറമ്പ് കണ്ണൂർ വെടിവെപ്പ് കേസിൽ സുപ്രീം കോടതി എടുത്തിട്ടുള്ളതുപോലെ ഒരു സംഭവത്തിൽ അതിലെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പോലീസിന്റെ അന്വേഷണത്തിൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ കോൺസ്പിറസി ഉണ്ടോ, അതിന്റെ സാമ്പത്തികമായ സ്രോതസ് അതിനകത്ത് വന്നിട്ടുണ്ടോ, മറ്റേതെങ്കിലും ഔട്ട്സൈഡ് ഏജൻസി ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ കേരളത്തിന് പുറത്തുനിന്നുള്ള, അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ അന്വേഷണം നടത്തുന്ന സമയത്ത് പരിഗണിക്കപ്പെടേണ്ട കാര്യമാണ്. മൈക്രോ ഫൈനാൻസിന്റെ പ്രശ്നം ഇതിനകത്തുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക സ്രോതസ്സിന്റെ പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതിന് ഒരു FIR വേണോ, അതല്ലെങ്കിൽ പല രീതിയിലുള്ള പല കാര്യങ്ങൾ, അതൊക്കെ അന്വേഷണ ഏജൻസി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അതിലൊരു അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല. പക്ഷേ മരണം ദുരൂഹതയുള്ള ഒരു മരണമായി ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ഏതെല്ലാത്തെ കാര്യത്തിൽ FIR ഇടണം അല്ലെങ്കിൽ എന്തെല്ലാം വേണം അത് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ അതിന് പറയുന്നത് പ്രിമച്ചുറാണ്, അത് പറയാനും പാടില്ല. അതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഒപ്പം തന്നെ ശ്രീ JR പത്മകുമാർ, ശ്രീ സുജാതൻ, ശ്രീ PM മനോജ്, ശ്രീ T സിദ്ദിഖ്, ശ്രീ CK വിദ്യാസാഗർ, A ഷുക്കൂർ.